الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. صدق الله العظيم. ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്നിവിടെ ഒരു വലിയൊരു ദൗത്യം നിർവഹിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ഇവിടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വീടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളാണ്, ചെയർമാൻ കേരള ബൈത്തുൽ സക്കാത്ത്. അദ്ദേഹത്തിനെ തണലിൻ്റെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭമായ 4 വീടുകളുടെ പുതിയ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ബാലിയിൽ മുഹമ്മദ് അലി സാഹിബാണ്, ജനറൽ സെക്രട്ടറി പീസ് വില്ലേജ് വയനാട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട ഹംസ മേലേക്കണ്ടി, ഫറൂഖ് മജീദ്, അഫ്സൽ പെരിങ്ങാടി, ടി ഷമീർ, ജനറൽ സെക്രട്ടറി TMA റിയാദ്, ഫാറൂഖ് സാഹിബ് പുന്നോൾ മഹല്ല് കൂട്ടായ്മയുടെ ഒരു മെമ്പറാണ്. അതുപോലെ അഫ്സൽ പെരിങ്ങാടി TMWA ബഹ്റൈൻ്റെ പ്രതിനിധിയാണ്. ഹംസ മേലേക്കണ്ടി TMCA ഹംസ മേലേക്കണ്ടി ബഹ്റൈൻ കുവൈത്തിൻ്റെ പ്രതിനിധിയാണ്. ഷമീർ ജനറൽ സെക്രട്ടറി TMWA റിയാദ്, സഹൽ റഹ്മാൻ പ്രസിഡൻറ്റ് TMWA ദമാം, VP ഷൗക്കത്ത് ഹുസൈൻ എക്സിക്യൂട്ടീവ് മെമ്പർ TMWA ഖത്തർ, TK നൗഫൽ വൈസ് പ്രസിഡൻറ്റ്
TMWA അബുദാബി, സൈനുദ്ദീൻ അടിയലത്ത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ രക്ഷാധികാരി, ബഷീർ പാച്ചൻ എക്സിക്യൂട്ടീവ് മെമ്പർ TMWA സലാല, KK അബ്ദുള്ള വൈസ് ചെയർമാൻ യശ് അക്കാഡമി പാനൂർ, തൽഹത്ത് APM എക്സിക്യൂട്ടീവ് ട്രഷറർ TMWA മസ്കത്ത്, ഡോക്ടർ KK മക്ബൂൽ ജനറൽ സെക്രട്ടറി TMWA ജിദ്ദ, ജബീന ഇർഷാദ് കോർഡിനേറ്റർ തണൽ വനിതാ വിംഗ്, റുബീന അനസ് പ്രസിഡന്റ് തണൽ വനിതാ വിംഗ്, എ മമ്പൂട്ടി വൈസ് പ്രസിഡന്റ് പുന്നോൾ ബൈത്തു സക്കാത്ത്, MB ജസ്ലീന കൺവീനർ തണൽ ടീം പാലിയേറ്റീവ് എന്നിവരെ എല്ലാവരെയും തണലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ടാം വീട്ടിൻ്റെ ഒരു വീട്ടിൻ്റെ വീടിൽ പൂർണ്ണമായും ഏറ്റെടുത്ത മർഹൂം താജു സാഹിബിൻ്റെ മകൻ റഹീം അച്ചാരത്തിനെയും ഈ വേദിയിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത പരിപാടി നിയന്ത്രിക്കാൻ പ്രസിഡന്റ് ചെയർമാനെ ഞാൻ സ്വാഗതപൂർവ്വം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ ഈ പരിപാടിയിലെ വീടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരള ബൈത്ത് സക്കാത്തിൻ്റെ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളെ, ഇവിടെ രണ്ടാം ഘട്ടത്തിൻ്റെ വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ പീസ് വില്ലേജ് ചെയർമാൻ, പീസ് വില്ലേജ് ജനറൽ സെക്രട്ടറി ബാലിയിൽ മുഹമ്മദ് ഹാജി സാഹിബ്, ഇവിടെ വ്യത്യസ്ത പ്രവാസി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, തണൽ വില്ലേജിലെ കുടുംബാംഗങ്ങളെ, തണലിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രവാസി സഹോദരങ്ങളെ, കുടുംബങ്ങളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളം പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് മഴക്കെടുതികളും അതുപോലുള്ള പ്രയാസങ്ങളുമായി കുറേ സഹോദരങ്ങൾ മരണപ്പെടുകയും ഒരുപാട് കുടുംബങ്ങൾ പ്രയാസത്തിലകപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പടച്ച തമ്പുരാൻ സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെയും അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കുവാൻ പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുന്നോൽ തണൽ ഫൗണ്ടേഷൻ 20 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറു സംഘമാണ്. 2006 ആണ് തണൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടന പ്രവർത്തനം പുനരാരംഭിച്ചതെങ്കിലും 1975 മുതൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയും അതിൻ്റെ പിൻഗാമികളുമാണ് ഇന്ന് ഈ തണൽ ഫൗണ്ടേഷന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 45 വർഷത്തിലധികമായി ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളിൽ, കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആവുന്ന വിധത്തിലുള്ള ചെറു പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് തണൽ മുമ്പോട്ട് പോകുന്നത്. 2006 തണൽ ഫൗണ്ടേഷൻ എന്ന പേര് സ്വീകരിച്ചതിന് ശേഷം
പ്രവർത്തനങ്ങൾ കുറെ കൂടി വിപുലപ്പെടുത്തുകയും ഒട്ടേറെ മേഖലകളിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ 2-3 വ്യക്തികളെ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. തണലിൻ്റെ ആദരണീയനായ സ്ഥാപക വൈസ് ചെയർമാനായിരുന്ന TM മമ്മൂട്ടി സാഹിബ്, തണലിൻ്റെ സ്ഥാപക ട്രസ്റ്റ് മെമ്പറായിരുന്ന NV താജുദ്ദീൻ സാഹിബ്. അവർ രണ്ടുപേരും ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തണൽ എല്ലാ വർഷവും പ്രവാസി കുടുംബ സംഗമം ഈ ഗൾഫ് വെക്കേഷൻ കാലത്ത് നടത്താറുണ്ട്. തണലിൽ വെച്ച് തന്നെ നടക്കുന്ന ആ പ്രവാസി കുടുംബ സംഗമങ്ങളിൽ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അതിനെ സഹായിക്കുന്നവർ എന്ന നിലയിൽ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷം അത് ഒരു ഡിജിറ്റൽ മിഷൻ എന്ന നിലയിലായിരുന്നു അത് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഫാറൂഖ് മജീദ് സ്റ്റേജ് പ്ലീസ്. ഈ ഒരു പരിപാടിയിൽ വെച്ച് വിശദമായ റിപ്പോർട്ടല്ലെങ്കിലും എന്താണ് തണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ഏറ്റവും ആദരണീയരായ വിവിധ ഗൾഫ് സംഘടനകളുടെ പ്രതിനിധികളുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ആ റിപ്പോർട്ടിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. തണലിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ചെറുതും വലുതുമായ പ്രായത്തിലുള്ള വ്യത്യസ്തമായ കോഴ്സുകളിൽ കേരളത്തിന് അകത്തും അതുപോലെ തന്നെ ചെന്നൈയിലും ഡൽഹിയിലുമൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുവാനുള്ള പരമാവധി സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് തണൽ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത പരീക്ഷകളിൽ ജയിച്ചവർക്കുള്ള അനുമോദനങ്ങളും അവാർഡുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷനുകളും ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണലിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള 10 പ്രൈമറി എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ആ വിദ്യാലയങ്ങളിലെ ഏറ്റവും അർഹരായ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സാധ്യമാവുന്ന സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ സ്കൂളുകളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ടോയ്ലറ്റുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലുള്ള ഒട്ടേറെ ചെറിയ സേവനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളിലെ രത്നച്ചുരുക്കമാണ് ഞാൻ വായിച്ചത്. മറ്റൊന്ന് തണലിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനമാണ്. 20-ലധികം വനിതാ വളണ്ടിയർമാരും 4 പുരുഷ വളണ്ടിയർമാരും ചേർന്നുള്ള ടീം തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ടീം കഴിഞ്ഞ 3 വർഷത്തോളമായി നമ്മുടെ ഈ പുന്നോൽ പ്രദേശത്ത് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലൊക്കെയും തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കുറേ വാർഡുകളിലും ന്യൂമാഹി പഞ്ചായത്തിൽ മുഴുവനായും ചൊക്ലി പഞ്ചായത്തിലും മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പന്നിന്നൂർ പഞ്ചായത്തിലും ഒക്കെയായി 100-ലധികം രോഗികൾക്ക് സമാശ്വാസമായി ആഴ്ചതോറും അവരുടെ വീടുകളിലെത്തുകയും ഒരു നല്ല ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡായ ഒരു സിസ്റ്ററുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ ആഴ്ചയിൽ 4 ദിവസങ്ങളിലായി രോഗികളുടെ വീടുകളിലെത്തിയും അവർക്ക് ആവശ്യമായ മുഴുവൻ സേവനങ്ങളും, ശാരീരികമായ സേവനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ മരുന്ന് അതുപോലുള്ള കാര്യങ്ങളും ഉപകരണങ്ങളുമൊക്കെയായി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ തണൽ ഒരു ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെൻറ്ററും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെൻറ്റർ കേരളത്തിലെ തന്നെ ഏറ്റവും വിരലിലെണ്ണാവുന്ന പ്രഗത്ഭനായ ഡോക്ടർ അൻസാറിൻ്റെ നേതൃത്വത്തിലാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെൻറ്റർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ പൊതുവെ വളരെ അപൂർവമായി മാത്രമാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെൻറ്ററുകളും പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സ്പെഷ്യലിസ്റ്റുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, പാലക്കാട് നിന്നും അതുപോലെ തന്നെ ചിലപ്പോൾ കോട്ടയത്ത് നിന്നും വളരെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ചികിത്സയ്ക്ക് വേണ്ടി തണൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ എത്തുന്നുണ്ട്. തണൽ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് അല്ലെങ്കിൽ പകുതി ഫീസ് ഇളവ് നൽകിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ചികിത്സ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. വലിയ ചിലവുള്ള, ഒരുവിധം കുടുംബങ്ങൾക്കൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ പലപ്പോഴും ചികിത്സ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായും സൗജന്യമായി സ്പോൺസർമാരെ കണ്ടെത്തി പൂർണ്ണമായും സൗജന്യമായി അവർക്ക് ചികിത്സ നൽകുന്ന സംവിധാനമാണ്. വളരെ പ്രയാസത്തോടുകൂടി കടന്നു വന്ന ഒട്ടേറെ മക്കൾ വളരെ സന്തോഷപൂർവ്വം ഓടിച്ചാടി തണലിൽ നിന്നും തിരിച്ചു പോയ വളരെ സംതൃപ്തമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റ് തണലിൻ്റെതാണ്. രോഗികൾക്ക് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും, രോഗികൾക്ക് സപ്പോർട്ടിനുള്ള മുഴുവൻ ഉപകരണങ്ങളും സൗജന്യമായി ഉപയോഗത്തിന് നൽകുന്ന സംവിധാനമാണ് തണൽ പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റിൻ്റേത്. ഇപ്പോൾ കോവിഡ് അനന്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ, ഓക്സിജൻ കോൺസെൻട്രേറ്ററും ബൈപാപ്പ് മെഷീനും സിപാപ്പ് മെഷീനും തുടങ്ങി ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് മൾട്ടി ഫങ്ഷണൽ ബെഡുകൾ, വീൽ ചെയറുകൾ, വാക്കറുകൾ തുടങ്ങിയ ഒട്ടേറെ ഉപകരണങ്ങൾ, ഇതൊക്കെയും ജില്ലയുടെ ദൂരപ്രദേശങ്ങളിൽ പോലും ₹1 പോലും ചാർജ് ചെയ്യാതെ അവരുടെ ആവശ്യത്തിന് ഉപയോഗത്തിന് നൽകുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ച് വാങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനം. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏതാണ്ട് 300ഓളം രോഗികൾക്ക് ഇത്തരം ഉപകരണങ്ങൾ നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തണലിൻ്റെ ചാരിറ്റബിൾ ഹോമിയോ ക്ലിനിക്ക് തണലിൻ്റെ ആരംഭം മുതൽ ഏതാണ്ട് 20 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. വളരെ പ്രഗത്ഭയായ ഡോക്ടറുടെ നേതൃത്വത്തിൽ വളരെ ചെറിയ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വലിയ ചികിത്സ, ദീർഘകാലമുള്ള ചികിത്സകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഭക്ഷ്യ കിറ്റ് വിതരണമാണ്. അത് മാസത്തിൽ ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഏറ്റവും അർഹരായ കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് ഇൻകം സോഴ്സ് ഇല്ലാത്ത, അല്ലെങ്കിൽ പുരുഷന്മാർ കിടപ്പിലായിപ്പോയ, ജോലി ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ വരുമാനം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് കൃത്യമായി എല്ലാ മാസവും അവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം തൊഴിൽ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ തണലും പുന്നോൽ ബൈത്തസക്കാത്തും ഒന്നിച്ചും അതുപോലെ തന്നെ കേരള ബൈത്തസക്കാത്തിൻ്റെ സഹായം തേടിയും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 25ലധികം ഓട്ടോറിക്ഷകൾ തണൽ ഡ്രൈവർമാർക്ക് നൽകുകയും അവരിൽ മിക്കവരും അത് അവരുടെ കുടുംബത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാടക കൊടുക്കാൻ കഴിയാത്തവർക്കുള്ള സഹായങ്ങൾ, വീടുകളുടെ റിപ്പയറുകൾ, ടോയ്ലറ്റുകൾ, അതുപോലുള്ള ഒട്ടേറെ ചെറുതും വലുതുമായ വീടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പുന്നോൽ തണലും അതുപോലെ തന്നെ പുന്നോൽ ബൈത്തസക്കാത്തും സംയുക്തമായും സെപ്പറേറ്റുമൊക്കെയായി ഏതാണ്ട് 40ഓളം വീടുകൾ ഈ മഹലിൽ ഇതിനകം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ചെറുതും തീരെ ചെറുതും അത്യാവശ്യം വലുതുമായ, അത്യാവശ്യം സൗകര്യമുള്ളതുമായ വീടുകൾ. അത് ഓരോന്നും അവരുടെ ഗുണഭോക്താക്കളുടെ കൈവശമുള്ള സ്ഥലത്ത്
അവരുടെ ആവശ്യമനുസരിച്ച് പ്രത്യേകിച്ചും കോളനിയിൽ മാത്രം ഏതാണ്ട് 15ഓളം വീടുകൾ തണൽ പൂർണ്ണമായും ഓലക്കുടിലുകൾ മാറ്റി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. കോളനിയിലെ സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതി വെച്ച് അവിടെ ചെറിയ വീടുകളും പുറത്ത് അല്പം വലിയ അത്യാവശ്യം സൗകര്യമുള്ള വീടുകളുമായിട്ട് ഏതാണ്ട് 40ഓളം വീടുകൾ ഇതിനകം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. തണൽ മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചികിത്സാ സഹായമാണ്. അത് പ്രയാസപ്പെടുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ മരുന്ന്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ടെസ്റ്റുകൾ, അത് ആംബുലൻസ് ചാർജ് ചിലവ്, അതുപോലെ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട ചിലവുകൾ, യാത്രാ ചിലവുകൾ, ഇങ്ങനെയൊക്കെയായി ഒരുപാട് രോഗികൾക്ക് സ്ഥിരമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഈ വീടുകളുടെ നിർമ്മാണം നമ്മളേറെ പ്രാധാന്യപൂർവ്വം കാണുന്ന ഒന്നാണ്. കാരണം നമുക്കറിയാം, വീടില്ലാത്ത, ഭൂമിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. ഒട്ടേറെ പദ്ധതികൾ സർക്കാർ തലത്തിൽ, കേന്ദ്ര സർക്കാർ തലത്തിലുമൊക്കെ നടപ്പിലാക്കിയതിന് ശേഷവും ഒരു കഷണം, ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത അനവധി കുടുംബങ്ങൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ പലരും വാടക വീടുകളിലുണ്ട്. വാടക കൊടുക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരുന്ന നിരവധി ദയനീയ സന്ദർഭങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഒരു കൂടുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ഒരു തണൽ വില്ലേജ് എന്ന ഒരു പ്രൊജക്റ്റിന് രൂപം നൽകുന്നത്. തണലിൻ്റെ ഇതര പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് പൂർത്തിയാക്കാൻ അല്പം വൈകിപ്പോയ ഒരു പ്രവർത്തനമാണിത്. വർഷങ്ങൾക്ക് മുമ്പാണ് തലശ്ശേരി ഖാദി ബഹുമാന്യനായ മർഹൂം TS ഇബ്രാഹിം കുട്ടി മൗലവി ഇതിന് തറക്കല്ലിട്ടത്. പക്ഷേ അത് പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് 4 വീടുകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2 ബ്ലോക്കുകളിലായി 4 വീടുകൾ. കഴിഞ്ഞ മാസവും മറ്റുമൊക്കെയായി ആ 4 വീടുകളിലും താമസം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അറിവിൽ ഏറ്റവും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരിൽ നിന്ന് അപേക്ഷ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടല്ല, മറിച്ച് അവരെ കണ്ടെത്തി അവർക്ക് വീട് കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് എത്ര കാലം താമസിക്കണമോ അത്രയും കാലം താമസിക്കാൻ കഴിയുന്ന വിധം, പിന്നീട് അവർക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടാവുകയോ മറ്റ് സ്വന്തമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ വീട് തണലിനെ ഏൽപ്പിച്ച് അവർക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന രീതിയിലുള്ള സംവിധാനത്തിലാണ് ഈ തണൽ വില്ലേജ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ 4 വീടുകളുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 4 വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം, അതാണ് ഇന്നത്തെ പരിപാടിയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. ഇവിടെ ആ ഒരു കർമ്മം കൂടി ഇവിടെ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് പ്രവാസി കുടുംബ സംഗമം. ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയരായ പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലെത്തുന്ന വേളയിൽ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തണലിനോടൊപ്പം 2 മണിക്കൂർ ചെലവഴിക്കാൻ അവർ കാണിക്കുന്ന സന്മനസ്, ഇന്ന് അവരുടെ പലരുടെയും പല പ്രശ്നങ്ങൾ കാരണമാണ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരാത്തതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷം നൽകുന്നത് അവരുടെ പ്രതിനിധികൾ, അവരുടെ നേതാക്കന്മാർ, അവർക്ക് GCCയിലെ എല്ലാ രാജ്യങ്ങളിലുമായി തലശ്ശേരി മാഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷനുകളുടെ ആദരണീയരായ ഭാരവാഹികൾ, പ്രസിഡന്റോ സെക്രട്ടറി അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാരവാഹികളൊക്കെയും ഇന്ന് നമ്മുടെ ഈ വേദിയിലുണ്ട്. ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. അവരിൽ മിക്ക സംഘടനകളും തണലുമായി പല രീതിയിൽ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ തണലിനെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരൊക്കെയും ഈ വേദിയിലുണ്ട്. അവരെ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ആദ്യം നടക്കുന്നത് തണലിൻ്റെ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്ന 4 വീടുകളുടെ ഉദ്ഘാടനമാണ്. അത് നിർവഹിക്കുന്നത് ബഹുമാന്യനായ കേരള ബൈത്ത് സക്കാത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ചെയർമാൻ
ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളാണ്. അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ബൈത്ത് സക്കാത്തിൻ്റെ മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈത്ത് സക്കാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും എന്താണ് ഈ സക്കാത്ത് സംവിധാനം, എന്താണ് ഇതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്, അത് എന്തിനത് പ്രവർത്തിക്കണം എന്ന ഒരു കാര്യം നിരന്തരമായി കേരളത്തിലെ തിരുവനന്തപുരം കാസർഗോഡ് വരെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ നേരിട്ടും ടെലിഫോണിലും മറ്റുമൊക്കെയായി സാമ്പത്തിക ശേഷിയുള്ളവരെ ബോധിപ്പിക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള തീവ്ര ശ്രമമാണ് അദ്ദേഹം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സക്കാത്ത് സംവിധാനമായി ആ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈ 4 വീടുകളുടെ ഔപചാരിക ഉദ്ഘാടനവും ഈ ചടങ്ങിൻ്റെ മുഖ്യപ്രഭാഷണവും അദ്ദേഹം നിർവഹിക്കും. അദ്ദേഹം തന്നെ ഇവിടെ അതിന് ശേഷം നമ്മുടെ ഫണ്ട് ശേഖരണത്തിൻ്റെ ഏറ്റുവാങ്ങുന്നതിൻ്റെ കാര്യവും അദ്ദേഹം നിർവഹിക്കുക. വളരെ ആദരപൂർവ്വം ഷെയ്ഖ് സാഹിബിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രഭാഷണത്തിന് ശേഷം വേദിയിൽ കർട്ടൻ നീക്കിക്കൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് الذي لم يلد ولم يولد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا حبيبنا نبينا محمد وعلى آله وصحبه أجمعين. ما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ അധ്യക്ഷ സുഹൃത്ത്, ഇവിടെ പുതുതായി നിർമ്മിക്കുന്ന 4 വീടുകളുടെ ശാസ്താപനം നിർവഹിക്കുന്ന ബഹുമാന്യനായ പീസ് വില്ലേജിൻ്റെ സെക്രട്ടറിയും എസ് അക്കാഡമിയുടെ ചെയർമാനുമായ ബാലിയൽ മുഹമ്മദ് ഹാജി സാഹിബ്, ഇവിടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും തണലുമായി ബന്ധപ്പെട്ടതും അതുമായി സഹകരിക്കുന്നതായ വിവിധ സംഘടനകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയ വിശിഷ്ടാതിഥികളെ, വേദിയിലെ ബഹുമാന്യരായ പ്രഭാഷകരെ, സമാധാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദയാനിധിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. ചെറുതെങ്കിലും മഹത്തരമായ ഈ പരിപാടിക്ക് അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും അവൻ്റെ മാർഗദർശനം ലഭിക്കുമാറാവട്ടെ. ഇവിടെ 4 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. മനോഹരമായ വീടുകളാണ്, സാമാന്യം സൗകര്യപ്രദമായ വീടുകളാണ്. വീടുകളുടെ അകം, വീടുകളുടെ സംവിധാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. കാരണം എൻ്റെ വീടിനേക്കാൾ മനോഹരമാണ്, എൻ്റെ വീടിനേക്കാൾ പുതുമയുള്ളതാണ്, ചാരുതയുള്ളതാണ്. അതുകൊണ്ട് അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വീട് ഒക്കെ പിന്നെ 4 വീടുകൾ ഇൻഷാ അല്ലാഹ് വൈകാതെ നിർമ്മിക്കാൻ വേണ്ടി ശാസ്താപനം നിർവഹിക്കാൻ ആദ്യമായി ഈ വീടുകളുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എല്ലാവർക്കും ശുദ്ധാൻ വാഗ്ദാനം ചെയ്ത 700 ഇരട്ടിയോ കൂടുതലോ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടായി, വലിയ ശേഖരമായി അള്ളാഹു സ്വീകരിച്ച് തൃപ്തിപ്പെടുമാറാവട്ടെ. പരലോകത്ത് ഇതിനേക്കാൾ മനോഹരവും സുന്ദരവും സൗകര്യപ്രദമായ വീടുകൾ അതിൽ പങ്കുവഹിച്ച എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട്ടിൽ താമസിക്കുന്നവർക്ക് ഞാൻ ആ 4 വീടുകളും സന്ദർശിക്കുകയുണ്ട്, കാണുകയുണ്ട്. ബഹുമാന്യനായ മുഹമ്മദ് ഹാജിയോടൊപ്പം ഞാൻ കാണുമ്പോൾ വീട്ടിലെ താമസക്കാരുമായും പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനം, ശരീരത്തിൻ്റെ ആരോഗ്യം, വ്യക്തിത്വ വിശുദ്ധി, കുടുംബത്തെ സംതൃപ്തി, എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അതെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാഭാവികമായും വീടിന് അറബി ഭാഷയിൽ പല പ്രയോഗങ്ങളുണ്ട്. ഷുദ്ധാൻ അതിൽ തന്നെ അതിന് മസ്കൻ ഉപയോഗിച്ചിരുന്നു. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം ലഭിക്കുന്ന കേന്ദ്രം. വീടിലെ കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലോ അതിൻ്റെ മനോഹാരിതയോ അല്ല വീട് സമാധാന കേന്ദ്രമായി നൽകുക, മറിച്ച് താമസിക്കുന്നവരുടെ ഹൃദയവിശാലതയും അവരുടെ മനസ്സിൻ്റെ വിചാരങ്ങളുമാണ് വീടിനെ സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി മസ്കനാക്കി മാറ്റുക. ഈ വീടുകളെല്ലാം മസ്കനായി തീരത്തെ പ്രപഞ്ചനാഥനോട് ഹൃദയം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പദം ഉപയോഗിക്കാൻ ദാറ് എന്നാണ്. എല്ലാ കറക്കങ്ങളും കറങ്ങി അവസാനിക്കുന്ന ഇടമെന്ന നിലയിലാണ് ദാറ് എന്ന് വീടിന് പറയാറുള്ളത്. മറ്റൊരു പേര് നിങ്ങൾക്കറിയാവുന്ന ബൈത്താണ്. രാത്രി താമസിക്കുന്ന ഇടമെന്ന നിലയിലാണ് ബൈത്ത് എന്ന് പറയാറുള്ളത്.
മറ്റൊരു പേര് മൻസിലാണ്. എല്ലാം ഭാരവും ഇറക്കി വെക്കുന്ന, നമ്മൾ ഇറങ്ങിച്ചെല്ലും, നമ്മൾ താമസിക്കുന്ന ഇടമെന്നതിലാണ് മൻസിൽ എന്ന് പറയാറുള്ളത്. ഈ അർത്ഥത്തിലെല്ലാം വീട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭയമാണ്, സുരക്ഷിത കേന്ദ്രമാണ്. വീട് നിന്ന് താമസിക്കാനുള്ള ഇടം മാത്രമല്ല, വീടില്ലാത്ത മനുഷ്യൻ്റെ പ്രയാസം എന്ത് എന്ന്, അല്ലെങ്കിൽ ചോർന്നൊലിക്കാത്ത പ്രയാസമില്ലാത്ത ഒരു വീടില്ലാത്തതിൻ്റെ പ്രയാസം എന്തെന്ന് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിയുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് വളരെ പ്രയാസകരമായ വീട്ടിലായിരുന്നു, ഇടുങ്ങിയ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് വായിക്കാനോ എഴുതാനോ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ ഓലപ്പുര കെട്ടി അതിലായിരുന്നു ഞാൻ വായിച്ചിരുന്നു, എഴുതിയിരുന്നത്. എൻ്റെ പഠനകാലം കഴിഞ്ഞ് ജോലിയിൽ പോയ ശേഷമാണ് വീട് അല്പം ഭേദപ്പെട്ടൊന്നാക്കി മാറ്റിയത്. എന്നാലും ഇപ്പോഴും സന്തോഷത്തെ പറയാൻ ഒരു ഓടിട്ട വീട്ടിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. അത് അതിൻ്റേതായ എല്ലാ സൗകര്യമുണ്ട്, വിശാലമാണെന്ന് പറഞ്ഞർത്ഥം ഇടുങ്ങിയതല്ല. പക്ഷെ അത്തരം വീടില്ലാത്ത ജീവിതത്തിലെ 18 വർഷം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ എൻ്റെ എഴുത്ത് ആരംഭിക്കുന്ന 17-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലൊക്കെ ഈ ഓലമുറിയിൽ നിന്നാണ് ഞാൻ എൻ്റെ എഴുത്ത് ആരംഭിച്ച് അവിടെ വെച്ചാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് പോലും എന്നർത്ഥം. വീട് എന്ന് നമുക്കറിയാവുന്ന പഠനത്തിൽ വലിയ സൗകര്യം വഹിക്കുന്ന ഒന്നാണ്. സ്വൈരമായിരുന്ന് വായിക്കാനും പഠിക്കാനും കഴിയുമെന്നാണ് വീട്ടിൻ്റെ പ്രത്യേകത. എഴുതാനും കഴിയും. മാത്രമല്ല വീടുണ്ടാകുമ്പോൾ മനസ്സിന് സ്വസ്ഥതയും സമാധാനം കിട്ടും, സുരക്ഷിത ബോധം കിട്ടും. അതോടൊപ്പം വീട് നമ്മുടെ ജോലിയിൽ പോലും നമുക്കൊരു സംതൃപ്തി നൽകും. കാരണം തിരിച്ചെല്ലാൻ ഒരു നല്ല സുരക്ഷിതമായ, ശാന്തമായ, ഭദ്രമായ ഇടമുണ്ടല്ലോ എന്നതാണ് വീടിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വീട് താമസിക്കാൻ മാത്രമുള്ള ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ അഭയകേന്ദ്രമാണ്, ആശ്വാസ കേന്ദ്രമാണ്. നമ്മുടെ ജോലിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഉപാധി കൂടിയാണ്. ആ അർത്ഥത്തിൽ വീട് എന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 4 ലക്ഷം ആളുകൾക്ക് ഇപ്പോഴും വീടില്ല. സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഉണ്ടായ ശേഷവും, എല്ലാ സഹായവും ഉണ്ടായ ശേഷവും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായമുണ്ടായ ശേഷവും 4 ലക്ഷം ആളുകൾക്ക് വീടില്ല. 1.5 ലക്ഷം ആളുകൾക്ക് 1 ഇഞ്ച് ഭൂമി പോലുമില്ല. അതാണ് ഇപ്പോഴും കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സാമാന്യ വികസിതമായ സംസ്ഥാനമായ കേരളത്തിന് പോലും അവസ്ഥ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വീട് എന്ന മൗലികാവശ്യം പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ സൂചിപ്പിച്ച നിങ്ങൾക്കറിയാവുന്ന തണലിൻ്റെ ഒരുപാട് പദ്ധതികളും സേവന പ്രവർത്തനങ്ങളും കേട്ടു. അതെല്ലാം തന്നെ മനുഷ്യ സേവനപരമായ, ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളെന്ന് സംശയമില്ല. നമുക്കറിയാവുന്ന പോലെ ഇസ്ലാം അതൊരു മഹത്തായ ഇസ്ലാമിക ദൗത്യമാണ്, ഇസ്ലാമിക ബാധ്യതാ നിർവ്വഹണമാണ്, ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണമാണ്, ഒരു ചുമതലാ നിർവ്വഹണമാണ്. ഇസ്ലാം 3 ബന്ധങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം, രണ്ടാമത്തെ മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം, മൂന്നാമത്തെ മനുഷ്യനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം. ഇതിൽ അള്ളാഹും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. അത് വളരെ വേഗം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ സാധിക്കും. നമുക്ക് ഒരു നിമിഷങ്ങൾ ഓർത്ത് നോക്കൂ. നല്ല അറുപിശുക്കനായ, ഒരിക്കലും ഒരു സുന്നത്ത് പോലും നമസ്കരിക്കാത്ത, നിർബന്ധ നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരാൾ ദിവസം 17 തവണ ഇയ്യാക്ക നഅ്ബുദു എന്ന് പറയും. അതാ ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നുവെന്ന്. വിശുദ്ധ തിരിച്ചോ ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. ആ ചോദ്യം ഖുർആൻ എത്ര സ്ഥലത്തുണ്ട്? ഖുർആൻ എത്ര സ്ഥലത്ത് ഞങ്ങൾ അള്ളാഹുവെ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരിൽ എന്ന് ഖുർആൻ എത്ര സ്ഥലത്തുണ്ട്? എണ്ണി നോക്കിയിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞത്? 3 സ്ഥലം. എത്ര? 3 സ്ഥലത്ത്. 1 ആരാധന, 2 ആഹാരം. അതാണ് പ്രത്യേകത. 1 ആരാധന, 2 ആഹാരം. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സാട്ടാനം ചെയ്ത് അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യോ, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അത് ആരാധന. രണ്ടാമത്തോ ഫകുലൂ മിമ്മാ റസഖ്നാകും ഹലാലൻ ത്വയ്യിബൻ വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായ ഉത്തമവും അനുവദനീയവുമായ ആഹാരം കഴിക്കുക, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നമ്മളൊരാൾ തൗഹീദ് അംഗീകരിച്ച ഏകവിശ്വാസി ആകണമെങ്കിൽ ഉത്തമവും അനുവദനീയമായ ആഹാരം മാത്രം കഴിക്കുന്നവരാവണം എന്നർത്ഥം. മൂന്നാമത്തതോ ഫകുലൂ മിമ്മാ റസഖ്നാകും യാ അയ്യുഹല്ലദീന കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. വിശ്വസിച്ചവരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് ഉത്തമമായത് മാത്രം ഭക്ഷിക്കുക, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. 3-ൽ 2 ആഹാരമാണ്. പിന്നെ മുഴുവൻ പ്രവാചകന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ഒറ്റ ആയത്തുള്ളൂ.
യാ അയ്യോ റസൂൽ എന്ന് ഖുർആൻ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞെന്നറിയോ, അത് ആഹാരത്തിന് അറിയാം. യാ അയ്യോ റസൂൽ കുലൂമിന തൊയ്ബാത്തി വാമലു സാലൻ നീബാത്താമലു അലീം. നിങ്ങൾ മുഴുവൻ പ്രവാചകന്മാർ സംബോധന പറഞ്ഞു, നിങ്ങൾ ഉത്തമമായത് മാത്രം ഭക്ഷിക്കുക, നിങ്ങൾ നല്ല കാര്യം ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാണല്ലോ. ഇനി ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ സേവന പ്രവർത്തനങ്ങൾക്കെല്ലാം സമ്പത്ത് ആവശ്യമാണ്. സമ്പത്ത് ശുദ്ധവും ഹലാലുമാകണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, സമ്പാദിക്കുന്നത് അനുവദനീയമായ ഹലാലായ മാർഗത്തിലൂടെയാവും. നിഷിദ്ധമായ സമ്പാദ്യം അരുതാത്തതാണ്. ഹലാലല്ലാത്ത നിഷിദ്ധമായ സമ്പാദ്യം എത്ര സമ്പാദിച്ചാലും, അയാൾ എത്ര പ്രാവശ്യം നമസ്കരിച്ചാലും, എത്ര തവണ നോമ്പ് വെച്ചാലും, എത്ര തവണ ഹജ്ജ് ചെയ്താലും അയാളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടുകയില്ല, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ആഹാരം അനുവദനീയവും ഉത്തമമാകണം. നിങ്ങൾക്ക് ഏറ്റവും പ്രവാചകൻ സ്വലസം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ വലിയ കണ്ടാൽ ഭക്തിയുടെ പരിവേഷമുള്ള അസാധാരണമായ ഭക്തിയുടെ അടയാളങ്ങളുള്ള മനുഷ്യനാണ്. ആ രണ്ട് കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പറയാം. വന്ന ഇസ്ലാബാധ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മക്കൽ ഹറാം, മഷബ് ഹറാം, മൽബസ് ഹറാം, തിന്ന് നിഷിദ്ധം, കുടിക്കുന്ന നിഷിദ്ധം, ധരിച്ച നിഷിദ്ധം. എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടില്ല. ഒന്ന്, സമ്പത്ത് ഹലാലും തൊഴിലാകണമെങ്കിൽ ഒന്ന് സമ്പാദിക്കുന്ന ഹലാലായ മാർഗത്തിലൂടെ. രണ്ടോ, അത് അവകാശികൾക്ക് നൽകേണ്ടതുണ്ട്. ആറ് സമ്പത്തിന് അവകാശികൾ? സമ്പത്തിന് അവകാശികൾ അത് നിങ്ങൾക്കറിയാം. സമ്പദ്ഘടനയുടെ മൗലികമായ അടിസ്ഥാനമാണ് സകാത്ത്. സകാത്ത് മാത്രമല്ല സ്വതക്കയും അതുപോലെ അതിൻ്റെ അവകാശികൾക്കാണ്. ആരൊക്കെ സമ്പത്തിന് അവകാശികൾ? വാതീദൽ ഖുർബ ഹഖ വബിൻ സബീൽ, അടുത്ത ബന്ധു, വഴി യാത്രക്കാരൻ പോരാ. വാത്തു ഖുർആൻ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു ആരെല്ലാമാണ് അവകാശികൾ എന്ന് ഖുർആൻ പല സ്ഥലങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. ആ അവകാശികൾക്ക് നൽകാത്തവർക്കാണ് നരകപ്രവേശനം. 70 വയസ്സ്, എനിക്ക് 76 വയസ്സായി. 17 വയസ്സായ മനുഷ്യനെ പരലോകത്ത് ഒരു വിചാരണയ്ക്ക് വിധേയനാക്കുന്നു. അത് കുറ്റവാളിയാണെന്ന് വിധി എഴുതുന്നു. അത് തെറ്റുകുറ്റങ്ങൾ രണ്ടായി ചുരുക്കാൻ എന്തായിരിക്കും? 17 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലെ സകലമായ തെറ്റുകുറ്റങ്ങൾ രണ്ടായി ചുരുക്കിയാൽ എന്തായിരിക്കും തെറ്റുകുറ്റങ്ങൾ? നമ്മുടെ സങ്കല്പങ്ങൾ അപ്പുറം. ഖുർആൻ വളരെ വിശദമായി കുറ്റവാളിയെക്കുറിച്ച് പറയുന്നു. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിശിമാലി മൂത്ത കിതാബിയ പല മതിരിമായ ഹിസാബിയ, അങ്ങനെ പറഞ്ഞ ശേഷം കഠിനമായ നരകശിക്ഷയെക്കുറിച്ച് വിശദീകരിച്ച ശേഷം എന്താണ് കാരണം? എന്താ കാരണം? ഇന്നഹു കാൻ ലാ യുമിനു ബില്ലാഹിൽ അലീം, അള്ളാഹു വിശ്വസിച്ചില്ല. രണ്ടാമത്തോ, നമസ്കരിച്ചില്ല എന്നല്ല, നോമ്പില്ല എന്നല്ല, പിന്നെ ലാ യുമിനു ബില്ലാഹിൽ അലീം അഗതിക്ക് അയാളുടെ അന്നം നൽകാൻ പ്രേരിപ്പിച്ചില്ല. എന്താണ്? ഒന്ന്, അള്ളാഹു വിശ്വസിച്ചാണെന്നാണെങ്കിൽ രണ്ടാമത്തേത് അഗതിക്ക് അയാളുടെ അന്നം നൽകാൻ പ്രേരിപ്പിച്ചില്ല എന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ തണലും അതുപോലെയുള്ള എല്ലാ കേരളത്തിൻ്റെ സാമൂഹ്യ സേവന സംരംഭങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ വലിയ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ അത് എന്താണ്? അത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന ഒന്നാണ്. ഈ കുറ്റവാളി സ്വയം ഏറ്റുപറയും, ഞാൻ തിന്മ ഏറ്റുപറയും. എന്താണെന്നറിയും? കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, എല്ലാ മനുഷ്യനും തങ്ങളുടെ കർമ്മങ്ങൾക്ക് ബാധ്യസ്ഥനാണ്. ഇല്ലാ അസ്ഹാബൽ ബീൻ, വലത് കയ്യിൽ ഗർദൻ ലഭിക്കുന്നവരൊഴികെ. അവർ ചോദിക്കുന്ന നരകവാസികളെ കുറിച്ച് മാ സദക്കവും വിസക്കർ, എന്താ നരകത്തിൽ കിടക്കാൻ കാരണം? കാലു ലം നകും നസല്ലി, നമസ്കരിച്ചില്ല. ഒന്ന് നിസ്കരിച്ച്. രണ്ടാമത്തോ, നോമ്പ് വെച്ചാൽ നല്ല, ഹജ്ജ് ചെയ്താൽ നല്ല, വലന്നക്കും നുത്തീമിൻ മിസ്കീൻ, അകലിക്കണ്ണ നൽകാൻ പ്രേരിപ്പിച്ചില്ല. മനസ്സിലായെങ്കിൽ? അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഈ സമൂഹത്തിലെ അവശരായ, അശരണരായ, ദരിദ്രരായ, പാവങ്ങളായ, അഗതികളായ, നിരാലംബരായ, സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുക എന്നത് നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള സ്വർഗലബ്ധിക്കുള്ള അടിസ്ഥാനപരമായ മാർഗമാണെന്ന് മനസ്സിലാക്കുക. ഖുർആൻ ഒരു കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഒമാ അദ്റാക്കമലക്കമ, എന്താണ് ഏറ്റവും പ്രയാസകരമായ പുണ്യകരമായ മലമ്പാത? അത് ഫക്കുർ റഖബ ഔദ്യമഫ്യോമിദീ മസ്വ, അത് അടിയാളിൻ്റെ മോചനമാണ്. അതുപോലെ തന്നെ കടുത്ത പ്രയാസം അനുഭവിക്കുമ്പോൾ അഗതികളായ അടുത്ത അനാഥകളായ അടുത്ത ബന്ധുക്കൾക്ക് മണ്ണ് പുരണ്ട അഗതികൾക്ക് അന്നദാനമാണ്. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ലൈസൽ ബിറൻ തുവല്ലു ഉജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്ന എല്ലാ പുണ്യം. പിന്നെ പുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വിശ്വാസം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം പറയുന്നതെന്നറിയോ? അഗതികൾ, അനാഥർ, ദരിദ്രർ, അവർക്ക് അന്നദാനമാണ്. അപ്പോൾ സമൂഹത്തിൽ ഇവർ സൂചിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു മൗലികമായ മാനുഷികമായ ബാധ്യതയാണ്. അത് മാനവികമായ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമികമായ നിർബന്ധ ചുമതലയാണ്. നരകമുക്തിക്ക് സ്വർഗലബ്ധിക്ക് അനിവാര്യമായി ചെയ്യേണ്ട കാര്യമാണ് എന്നർത്ഥം. ആ മഹത്തായ ദൗത്യം നിർവഹിക്കുന്ന
തണലിനെ അത് സകലമായ പ്രവർത്തകരും ഈ സമൂഹത്തിൽ ഹൃദ്യമായി വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാവിധ പ്രതിഫലവും അതിരുകളില്ലാത്ത പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവരിലൂടെ ഈ ഗുണം ലഭിക്കുന്ന എല്ലാവർക്കും ഭൂമിയിൽ അതിന് നന്മയും എല്ലാ ഗുണവും ഉണ്ടാവട്ടെ എന്നും ഈ സമൂഹത്തെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായും സക്കാത്ത് എന്ന് നിങ്ങൾക്കറിയാം. സക്കാത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കാത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നമസ്കാരം പോലെ പ്രധാനം. നിങ്ങൾക്കതറിയാം. ഖുർആനിൽ 30-ലേറെ സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 27 സ്ഥലത്ത് നമസ്കാരത്തോട് ചേർത്താണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ മുഷിക്കിന് അടയാളം ഒന്നും മുഷിക്ക് അല്ലെങ്കിൽ ലാവിത്തുന്ന സക്കാത്ത ഒമ്പിൽ ആശത്യവും കാപ്പിലുമുണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നത് നമസ്കാരം പോലെ നിർബന്ധമായ കർമ്മമാണ്. അത് ബാധ്യസ്ഥരായെല്ലാം കൊടുക്കേണ്ടത്. പക്ഷേ എന്താ ചെയ്യാറുള്ളത്? സക്കാത്തായ സമുദായം വലിയ അവഗണന പുലർത്തുന്നു. ചിലപ്പോൾ നമസ്കാരം നിർവഹിക്കും, സുന്നത്തായ ഐച്ഛിക നമസ്കാരം നിർവഹിക്കും, ഹജ്ജ് നിർവഹിക്കും, ഉംറ നിർവഹിക്കും. ഒരു ഉംറയല്ല, ഒരുപാട് ഉംറ നിർവഹിക്കും. അവർ പോലും സക്കാത്ത് കൊടുക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധയോ ജാഗ്രതയോ പുലർത്താറില്ല. സക്കാത്ത് കൊടുക്കുന്നത് പോലും കൃത്യമായി കൊടുക്കുന്നത് വളരെ കുറവല്ലേ. നോക്കൂ, ആരെങ്കിലും 100 നടക്കത്തേക്കും 3 നടക്കത്തേക്ക് ആരെങ്കിലും കണ്ടിരിക്കണം നിങ്ങൾ? അല്ലെങ്കിൽ റമദാനിൽ 1 രൂപ നോമ്പ് വെക്കാം, ബാക്കി നോമ്പ് ഒഴിവെക്കാം. ഹജ്ജിൽ കുറച്ച് കാര്യം ചെയ്യാം, ബാക്കി ചെയ്യാതിരിക്കും. ഇങ്ങനെ ആരെങ്കിലും കണ്ടിരിക്കണം? എന്നാൽ സക്കാത്തിനകത്ത് എന്താണ്? സക്കാത്തിനകത്ത് ആരും കണക്ക് നോക്കാറില്ല, നിസാബും നോക്കാറില്ല. പലരും അതാ ചെയ്യാച്ചാൽ ചോദിച്ചു വരുന്ന ആൾക്കനുസരിച്ച് തന്നെ. നല്ല രാഷ്ട്രീയ സ്വാധീനമാണെങ്കിൽ കുറച്ച് കൊടുക്കും, അതല്ല കുറച്ച് ഭാര്യ ഉദ്യോഗസ്ഥരാണെങ്കിൽ കുറച്ച് കൊടുക്കും, നല്ല പരിചയക്കാരാണെങ്കിൽ കുറച്ച് അവർക്ക് കൊടുക്കും, കൂട്ടുകാരാണെങ്കിൽ അവർക്ക് കൊടുക്കും. ഇങ്ങനെയല്ല സക്കാത്തതിൻ്റെ നിസാബും നോക്കി കൊടുക്കുന്നത് വളരെ പരിമിതമാണ്. യഥാർത്ഥത്തിൽ സക്കാത്ത് കേരളയും സക്കാത്ത് സംവിധാനം ചെയ്യുന്ന വലിയ ദൗത്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് സക്കാത്തിനെക്കുറിച്ച് ശരിയായ ബോധവൽക്കരണമാണ്. അതിന് നിർബന്ധ ബാധ്യതയാണെന്ന കാര്യം ബോധ്യപ്പെടുത്തുക. അത് നിസാബ് ബോധ്യപ്പെടുത്തുക. അവിടെ അവസാനിക്കുന്നില്ല, ഒന്നുകൂടി കൊടുക്കുന്നത്. എന്താ ചെയ്യുക? റമദാനിൽ 3000, 5000, 10,000 കൊടുക്കും. നന്നായി പെരുന്നാൾ വയ്ക്കും. അടുത്തുള്ള അവരെന്നെ വാങ്ങുന്നവരെന്നും വാങ്ങുന്നവരും കൊടുക്കുന്നവരെന്നും കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകളെന്ന്. കേരള മുസ്ലിം അവിടെ സക്കാത്ത് കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 10 കൊല്ലം കൊണ്ട് കേരളീയ സമൂഹത്തിൽ ഒരൊറ്റയാളും പ്രാഥമിക ആവശ്യം പൂർത്തീകരിക്കാത്തതുണ്ടാവുകയില്ല. കോടാനുകോടി രൂപയാണ് ഈ രാജ്യത്ത്, ഈ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന്, മറ്റ് UK നിന്ന്, US നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ കച്ചവടക്കാരുണ്ട്, വ്യവസായികളുണ്ട്, വ്യാപാരികളുണ്ട്. അവരെല്ലാം അവിടെ കണക്ക് നോക്കിക്കൊണ്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ചുരുങ്ങിയത് ഓരോ വർഷവും നമുക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ സക്കാത്ത് കുറച്ചേ തരുന്നുള്ളൂ. അതുപോലെ ഒരൊറ്റ വർഷം, കഴിഞ്ഞ വർഷം മാത്രം സക്കാത്ത് കേരള 416 വീടുകളുണ്ടാക്കി. ഞാൻ വിശ്വസിക്കുന്നു കേരള മുസ്ലിങ്ങൾ വിശ്വാസികൾ അവിടെ സക്കാത്ത് യഥാവി നൽകുകയാണെങ്കിൽ ഒരു കൊല്ലം മാത്രം നമുക്ക് 40,000 വീടുകൾ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ 10 കൊല്ലം കൊണ്ട് 4 ലക്ഷം വീടുണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഓർത്ത് നോക്കൂ, ഇത് ഒരു കാര്യത്തെ മാത്രമല്ല, സ്വയം തൊഴിൽ. കഴിഞ്ഞ വർഷം മാത്രം സക്കാത്ത് കേരള ഒറ്റ വർഷം കൊണ്ട് മാത്രം 62 പേർക്ക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ അതാണ് 352 പേർക്ക് സ്വയം തൊഴിൽ ഉപകരണം നൽകി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് 315 പേർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് എല്ലാ വിദ്യാഭ്യാസ സഹായങ്ങളും നൽകി. അതുപോലെ എല്ലാ ദിവസവും ചികിത്സാ സഹായം നൽകുന്നു. കഴിഞ്ഞ വർഷം 460 ആളുകൾക്കാണ് ചികിത്സാ സഹായം നൽകിയത്, ആശ്വാസം നൽകുന്നു. അതാണ് കേരള മുസ്ലിം അവിടെ സക്കാത്ത് യഥാവി നൽകുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാണ്. സക്കാത്തിന് 3 ലക്ഷ്യം. എന്താണ്? 1 വ്യക്തിയുടെ സംസ്കരണം, 2 സമ്പത്തിൻ്റെ ശുദ്ധീകരണം, മൂന്നാമത്തെ സാമൂഹിക ലക്ഷ്യമാണ്. അതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമൂഹത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ ശാക്തീകരണം. ഇത് സാധ്യമാക്കുക എന്നാണ് സക്കാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റി നിർവഹിക്കുന്നതാണ്. തണലിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആ മേഖലയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത സഹായകരണം, അതിരുകളില്ലാത്ത സഹായ സഹകരണം വേണം. സ്വയം തുറന്ന സഹായ സഹകരണം വേണം. മനസ്സിലാക്കുക, പൈസ ഒരിക്കലും നമുക്ക് ഭൂമം കൊണ്ടുപോകാൻ കഴിയില്ല, എന്നല്ല ദുന്യാവിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് സത്യത. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കണേ, നിങ്ങളടുത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ട് വിചാരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ബിരിയാണി വയ്ക്കാൻ പറ്റും? കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം എത്ര പാൻസും എത്ര ഷർട്ടും ധരിക്കാൻ കഴിയും? പരമാവധി ഒരു ദിവസം 10 ബിരിയാണി തരാൻ പറ്റില്ലല്ലോ. 10 ബിരിയാണി വെച്ചാൽ എന്തായാലും ആശുപത്രിയിൽ തരേണ്ടിവരുമല്ലോ. ഒരു ദിവസം നമുക്ക് തിന്നാൻ കഴിയുന്ന പരിമിതിയില്ല. 2 പാൻസ് ഇട്ട് 2 ഷർട്ട് ഇട്ടാൽ എവിടെ എത്താം? കുതിരോട്ടത്തെ എത്താം. ഞങ്ങളുടെ നാട്ടിൽ പറയാം കുതിരോട്ടത്തെത്തും അല്ലേ? എവിടെയല്ലേ കുതിരോട്ടത്തല്ലേ എത്താം? അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര കസേര ഉണ്ടെങ്കിൽ ഒരു കസേരയിരിക്കാം, ഒന്നേക്ക് കാലിൽ തെക്കാം.
എത്ര കട്ടിലുണ്ടെങ്കിൽ ഒരു കട്ടിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി ഞാൻ 10 കട്ടിലാണ് ഉറങ്ങാൻ തീരുമാനിച്ചാൽ ഉറക്കല്ലാന്ന് ഉറപ്പാണ്. 10 കട്ടിൽ ഒരു രാത്രി ഉറങ്ങാൻ തീരുമാനിച്ചാൽ അന്ന് അയാൾക്ക് ഉറക്കമുണ്ടാകുമോ? എത്ര റൂം വീടുണ്ടെങ്കിലും ഒരു മുറിയിലേ താമസിക്കുള്ളൂ അല്ലേ? പരമാവധി ആവശ്യം എന്താ പറയുക മനുഷ്യൻ്റെ? വയറ് നിറക്കാൻ ആഹാരം, ശരം മറക്കാൻ വസ്ത്രം, ഇരിക്കാൻ ഇരിപ്പിടം, കിടക്കാൻ കട്ടിൽ, ഉറങ്ങാൻ റൂമിൽ, താമസിക്കാൻ വീട്. പിന്നെ ബാങ്കിൽ ഇത്ര കോടി ഉണ്ട് എന്ന് ആശ്വസിക്കാം. ഇതുവരെ എന്ന് പറയുന്നത് ക്യാൻസർ വന്ന് ശരീരം ഇഞ്ചിഞ്ചായി കാർന്ന് വേദന കൊണ്ട് പൊളയുന്നത് വരെ ബാങ്കിൽ ഇത്ര കോടി ഉണ്ട് എന്ന് സമാധാനിക്കാം. അല്ലെങ്കിൽ കിഡ്നി കേട് വന്ന് ആഴ്ചയിൽ 4-5 ദിവസം ഡയാലിസിസ് ചെയ്ത് ജീവിച്ച് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നവരെ ബാങ്കിൽ ഇത്ര കോടി ഉണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിലോ ഇപ്പോൾ എനിക്ക് 77-ാമത്തെ വയസ്സാണ്, ഒരു 8-10 വയസ്സും കൂടിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവാതിരിക്കട്ടെ ആഗ്രഹം. നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ജീവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ അങ്ങനത്തെ അവസ്ഥകളോർത്തു സ്വന്തം ബെഡിൽ നിന്ന് ടോയ്ലറ്റേക്കുള്ള ദൂരം പുന്നോടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ദൂരത്തേക്കാൾ ഭാരിച്ചതായി അനുഭവിക്കുന്ന ജീവസായാഹ്നത്തിൽ ഈ ബാങ്ക് ബാലൻസ് ഒരു ഉപകാരവും ചെയ്യുകയില്ല. മനസ്സാക്കുക. നിങ്ങൾ ഈ ലോകത്തോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് സമാധാനം ഉണ്ടാകും. ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ബാക്കി വച്ചതെന്ന് സമാധാനമുണ്ടാകണം. ആലോചന നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകണം. നിങ്ങൾ പക്ഷേ ഓർത്തിരിക്കും, മലയാളത്തെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്, കഥാകൃത്താണ് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പുസ്തകത്തിൻ്റെ പേരും കഥയുടെ പേരും ഖലീഫ ഉമറിൻ്റെ പിന്മഴക്കാരനാണ്. അത് കഥയാണ്, വിശദീകരിക്കാൻ സമയമില്ലാത്തവന്ന് ഒഴിവാക്കണം. പക്ഷെ ഒറ്റ കാര്യം, ആ കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് 1400 കൊല്ലം മുമ്പ് ഖലീഫ ഉമർ റളിയല്ലാഹു വീട്ടിൽ നിന്ന് പാതിരാവിൽ ഒരു പാവപ്പെട്ട ദരിദ്രമായ കുടുംബത്തിന് ഗോതമ്പ് ചുമന്ന് സ്വന്തം തലയിൽ ചുമന്ന് കൊണ്ടുപോയി കൊടുത്ത് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്ത മനോഹരമായ കഥയാണ്. അത് പറയുന്നതിന് ഞാൻ പറഞ്ഞ ഒറ്റ കാരണത്താണ്. നിങ്ങളോർത്തു ദൈവവിശ്വാസിയല്ലാത്ത മതവിശ്വാസിയല്ലാത്ത പത്മനാഭനെ പോലും ഉമർ റളിയല്ലാഹുവിൻ്റെ കഥ 14 നൂറ്റാണ്ട് ശേഷം പോലും പ്രചോദനം മാറുകയാണ്, ആവേശമായി മാറുകയാണ്. ആ സഹായം കിട്ടിയത് അവിടെ കണ്ണൂരിലെ പാവപ്പെട്ട ദരിദ്രനായ രോഗിയാണ്. ആ രോഗിക്ക് ആശ്വാസമായി മാറുന്നു. മലയാള മനോരമയിൽ അദ്ദേഹം എഴുതി, പിന്നെ അദ്ദേഹം അത് പുസ്തകമാക്കി. ആ പുസ്തകം തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ അതേക്കുറിച്ച് ഞാൻ പാരാജ്യമാനത്തിൽ എഴുതിയൊരു നിരൂപണമുണ്ടായിരുന്നു. ബഹുമാനീയനായ ടി പത്മനാഭൻ ആ നിരൂപണവും പിന്നീടുള്ള എല്ലാ പതിപ്പുകളും പ്രസിദ്ധീകരിച്ചു. ഞാൻ സൂചിപ്പിച്ച ഒറ്റ കാര്യമാണ്, അത് വായിക്കുന്നവർക്ക് ആശ്വാസം, നൽകുന്നവർക്ക് സന്തോഷം, ലഭിക്കുന്നവർക്ക് ആശ്വാസം. അതേക്കുറിച്ച് വായന പോലും സുമനസ്സുകളിൽ നല്ല വിചാരം. അതാണ് ഇത്തരം എല്ലാ കർമ്മങ്ങളുടെയും ബാക്കി പത്രം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നിങ്ങൾ ഇതിൽ പങ്കുവഹിച്ചാൽ നിങ്ങളുടെ ജീവിതസായാഹ്നത്തിൽ നിങ്ങൾ കിടക്കേണ്ടി വന്നാൽ കിടക്കുമ്പോൾ, നടക്കുകയാണെങ്കിൽ നടക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആശ്വാസം നൽകുന്ന, സംതൃപ്തി നൽകുന്ന, സമാധാനം നൽകുന്ന ഒന്നായിരിക്കും. പരലോകത്തോ നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടുമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങളുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെയുള്ള ആളുകൾ കഴിഞ്ഞ ഒരുപാട് കാലമായി ഒരുപാട് പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അത് സാമ്പത്തിക സഹകരണമാണ്. ഒരു വാചകം കൂടി അവസാനിപ്പിക്കാം, ശാരീരിക സഹകരണമാണ്. വളരെ മനോഹരമായ ഒരു സൂഫി കവിതയുണ്ട്. പരമദരിദ്രനായ ഒരു മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചു, ഇന്ത്യ പഠിച്ചവനെ ഇന്ന് എത്ര പാവമാക്കി ഇത്ര ദരിദ്രനാക്കി ചോദിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ വലിയ പിശുക്കനായതുകൊണ്ട്. ഞാൻ പിശുക്കണം, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ ആഹാരമില്ല, പിന്നെ എങ്ങനെ ഞാൻ പിശുക്കനാകാം? അപ്പോൾ അള്ളാഹു ചോദിച്ചു, നിനക്ക് ഞാൻ 2 കാലുകൾ നന്ദില്ലേ, ആ കാലുകൾ ഉപയോഗിച്ച് നീ ഏതെങ്കിലും ഭാഗത്ത് നടന്നുപോയി ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തോ? നിനക്ക് ഞാൻ 2 കൈകൾ നൽകിയില്ലേ, ആരോഗ്യമുള്ള കൈകൾ, ആ കൈകൾ വെച്ച് നീ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുത്തോ? നിനക്ക് ഞാൻ നാവും ചുണ്ടലും നൽകിയില്ലേ, ആർക്കെങ്കിലും ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുത്തോ? നിനക്ക് ഞാൻ സുന്ദരമായ മുഖം നൽകിയില്ലേ, മന്ദഹാസം കൊണ്ട് നീ ആരെങ്കിലും സമാധാനിപ്പിച്ചോ? നിനക്ക് ഞാൻ നൽകിയ ആയുസ്, ആരോഗ്യം, ശരീരം, ശരീരവങ്ങൾ എന്തിനെങ്കിലും നന്മയ്ക്ക് ഉപയോഗിച്ചോ? ഇല്ല. അതുകൊണ്ടാണ് നീ പിശുക്കൻ തന്നെയാണ് അള്ളാഹു പറഞ്ഞതായി മനോഹരമായ സൂഫിക്കഥയുണ്ട്. ഞാൻ പറയുന്നു, ഈ തണലിൻ്റെ പ്രവർത്തനങ്ങളിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും ശാരീരിക അധ്വാനത്തിൻ്റെ പ്രതിഫലവും അവരുടെ സമ്പത്ത് ലഭിക്കുന്ന അതിൻ്റെ എല്ലാ മഹത്തായ പ്രതിഫലവും പരലോകത്ത് ലഭിക്കുമാറട്ടെ. ഭൂമിയിൽ അവർക്ക് മനസ്സിന് സമാധാനം, മനസ്സിന് ശാന്തി, സ്വസ്ഥമായ ജീവിതാവസ്ഥ, സർവോപരിയുടെ കുടുംബത്തെല്ലാം അള്ളാഹു ഭദ്രത പ്രദാനം ചെയ്യുമാട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, ദാനധർമ്മങ്ങൾ വിപത്തുകളെ തടഞ്ഞു നിർത്തുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിച്ചത്. ആ വിപത്തുകൾ തടഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ചത് ഭാരവാഹികളുടെ കടപ്പാട് രേഖപ്പെടുകയാണ്. ഒരു വാചകം കൂടി മാത്രം പറയുന്നു, അത് കുടുംബസംഘം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കുടുംബം എന്ന ഇസ്ലാമിക വീക്ഷണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിമഹത്തായ ഒരു സ്ഥാപനമാണ്, സമൂഹത്തിൻ്റെ ചെറിയ ഘടകമാണ്. കുടുംബത്തിന് ഗുണാപിച്ച പദം റഹ്മാൻ, അള്ളാഹ്ക്ക് ഗുണാപിച്ച പദം റഹ്മാൻ. അള്ളാഹു നൽകിയ പേരാണ്, സ്വന്തത്തിന് നൽകിയ പേരാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ളത്.
സുജൂദ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ അനുഷ്ഠാനമാണ് സുജൂദ്. പ്രാർത്ഥന ഖുർആനിലില്ല. പക്ഷേ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഖുർആനിൽ ഒന്നല്ല രണ്ടല്ല പല സ്ഥലങ്ങളിൽ മുണ്ടി എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്ര പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കുടുംബം. ആ കുടുംബം ഭദ്രമായാൽ സമൂഹം ആരോഗ്യമുള്ളതാകും, സമൂഹം ആരോഗ്യമുള്ളയാൽ നാട് നന്നാകും. അതുകൊണ്ട് തന്നെ ഭദ്രമായ ഒരു കുടുംബത്തിൻ്റെ സംവിധാനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇവിടുത്തെ കുടുംബ സംഗമവും വിജയകരമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പരമകാരുണ്യനായ ദയാനിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ 4 വീടുകളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിച്ച് മഹത്തായ പ്രതിനിധിയെ തുണയ്ക്കുമാറാവട്ടെ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ സമ്മേളിച്ച് നമുക്ക് എല്ലാവർക്കും അവൻ ഇരുലോക സൗഭാഗ്യം നൽകുമാറാവട്ടെ. അവിടെ താമസിക്കുന്നവർക്ക് ക്ഷേമം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ വഅലാ ആബായിനാ വഉമ്മഹാത്തിനാ വഅസ്വാജിനാ വഔലാദിനാ ഇഖ്വാനിനാ അഖവാത്തിനാ വനൗസാനാ ബിദ്ദുആ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ റബ്ബി വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്ന 4 വീടുകളുടെ തറക്കല്ലിടലാണ് സ്റ്റേജിൽ വെച്ച് ഔപചാരികമായി പീസ് വില്ലേജ് വയനാടിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സെക്രട്ടറി ബാലിയിൽ മുഹമ്മദ് അലി സാഹിബ് ഇവിടെ ഇപ്പോൾ നിർവഹിച്ചത്. അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇന്നത്തെ ഈ പരിപാടിയിലെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന PNR സർവർകളെ, ഇവിടെ 4 വീടുകളുടെ സമർപ്പണം നടത്തിയ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് അവർകളെ, മറ്റ് വിവിധ സംഘടനകളുടെ നേതാക്കളെ, തണൽ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളെവരിലും അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് സംസാരിച്ച നാസർ സാഹിബ് ഈ തണലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. 20 വർഷമായി ഈ തണൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഞാനും നിരീക്ഷിച്ചു കൊണ്ടിരിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ആരംഭത്തെ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വിവരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ സദാസമയവും വീക്ഷിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ തണൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു, നന്ദി അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വീട്ടിൻ്റെ കാര്യത്തിൽ ഷെയ്ഖ് സാഹിബ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീടിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരിക്കൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ച സമയത്ത് ഉച്ചഭക്ഷണത്തിന് ഞാനും കുടുംബവും അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 120ഓളം പുസ്തകങ്ങൾ രചിച്ച ഒരാളാണല്ലോ. ഇവിടെ വെച്ചാണോ ഇദ്ദേഹം ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുതിയത് ഈ റാ സെൻ്ററിൽ വെച്ചിട്ടായിരിക്കും, അതാണ് കൂടുതൽ സൗകര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും സന്തോഷമുണ്ട്. ഈ 4 വീട് ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞല്ലോ. പുതിയ 4 വീടിൻ്റെ തറക്കല്ലിടലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കാൻ തണലിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ രണ്ടാമത് ഒരു കാര്യം ഇവിടെ ഉള്ളത് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. സാജന എഴുതിയ ആ പുസ്തകം ഉമ്മക്കടൽ, കവിതാ സമാജത്തിൻ്റെ പേര് ഉമ്മക്കടൽ എന്നാണ്.
എനിക്ക് ആ പുസ്തകം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചു. ചെറിയ ചെറിയ കവിതകളാണെങ്കിലും വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഈ ശബ്ദം ആ കുട്ടി കേൾക്കുമെന്ന് ഞാൻ അറിയില്ല. പക്ഷേ ആ കുട്ടീനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ മുഴുവൻ ആളുകളും തിരക്കുള്ള ആളുകളാണ്, സമയക്കുറവുള്ള ആളുകളെയാണ്. എന്നാൽ ഈ സാജനക്ക് ധാരാളം സമയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സാജനക്ക് അത് ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷെയ്ഖ് സാഹിബ് അവരോട് പോയിട്ട് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനെന്ത് വേണം? ക്ഷമ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ തന്നെയായിരിക്കും ഏറ്റവും നല്ല ഉത്സവരായിട്ടുള്ളവർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നല്ല ചിന്തകൾ, നല്ല വായനകൾ ഒരുപക്ഷെ ഒരുപാട് എന്നും ഉയർത്തിലെത്താൻ അവർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ മാസം ഈ അവശത അനുഭവിക്കുന്ന അത്ഭുത ജീവിതങ്ങൾ എന്ന് പറഞ്ഞ് 25 പേരുടെ ഒരു കഥ, ഒരു ജീവിതം ഷെയ്ഖ് സാഹിബിൻ്റെ ഒരു പുസ്തകത്തിൽ കഴിഞ്ഞ മാസം പാലൂർ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ റയീസാണ്, റയീസ്. അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ പോയിട്ട് കണ്ടപ്പോൾ അദ്ദേഹം കഴുത്ത് മാത്രം ചലിക്കുന്ന ഒരാളാണ്. ബാക്കി ശരീരം ഒന്നും ചലിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ്. ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആദ്യം ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ എന്ന്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. എനിക്കോ നിരാശയോ? അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം. അപ്പോൾ ആ കടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു നിരാശയും അവർക്കുണ്ടായിട്ടില്ല. രണ്ടാമത് ആ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ബഷീർ ചാലിൽ, മമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു അപകടത്തിലാണ്, 40 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത്. അത് 23 വർഷം മുമ്പാണ്. പക്ഷെ അദ്ദേഹം പാലൂർ വന്നിട്ട് ഒരു പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ആ 40 വയസ്സിനിടയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത്, മനസ്സിന് സമാധാനം സമൃദ്ധി നൽകുന്നത് ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിനാണെന്ന്. അപ്പോൾ ഒരിക്കലും അത് നിരാശപ്പെടേണ്ടതില്ല, പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളിൽ അതിൽ നിന്ന് ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നന്ദി. ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 20-25 വർഷത്തോളമായി കിടക്കയിൽ തന്നെ കഴിയുന്ന ഒരു 34-കാരി ആ 8ാമത്തെ വയസ്സിൽ അരക്ക് കീഴോട്ട് തളർന്നു പോയി. ഇപ്പോൾ അവരും ഉമ്മയും ഇവിടെ തണൽ വീടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ കിടക്കയിൽ ഇരുന്നു കൊണ്ട് മൊബൈലിൽ അവരുടെ പ്രയാസങ്ങൾക്കിടയിൽ എഴുതിയ 2ാമത്തെ പുസ്തകമാണ് ഉമ്മക്കടൽ. അതിൻ്റെ പ്രകാശനം ഏറ്റവും അർഹനായ വ്യക്തിത്വം തന്നെയാണ് ബാലി മുഹമ്മദ് അലിക്ക് തന്നെയാണ്. ആ രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് നിർവഹിക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹംസ മേലക്കണ്ടി അവർകളാണ്. ഹംസ സാഹിബിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. സജിന എഴുതിയ ഈ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട ഉമ്മക്കടൽ എന്ന പുസ്തകം ഇവിടെ കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിന് ഒരു വില നമ്മളിപ്പോൾ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. പകരം നിങ്ങളെല്ലാവരും ആ പുസ്തകം കൊണ്ടുപോകണം. നിങ്ങൾക്ക് എന്താണോ അവിടെ നൽകാൻ കഴിയുന്നത് അത് ആ കൗണ്ടറിൽ കൊടുത്തുകൊണ്ട് ഓരോ പുസ്തകം, നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകത്തിൻ്റെ കോപ്പികൾ അവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ അത് സജിനക്ക് തന്നെയാണ് ഉപയോഗപ്പെടുത്തുക, അവർക്ക് തന്നെയാണ് നൽകുക. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1ാമത്തെ വീട് ഇവിടെ സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തണലിൻ്റെ ആദ്യത്തെ സ്ഥാപക ട്രസ്റ്റ് മെമ്പർ മർഹൂം NB താജുദ്ദീൻ സാഹിബിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ അബ്ദുറഹീമും അബ്ദുൽ മനാഫും ചേർന്ന് ഒരു വീട് സ്പോൺസർ ചെയ്യാം എന്ന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുറഹീം ഇവിടെ കൈമാറും. അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ
ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളാണ്. ഇരുവരെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തണലിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി മറ്റൊരു സഹോദരൻ കൂടി ഒരു തുക സംഭാവന ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട NP ഇസ്മായിൽ സാഹിബിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഷെയ്ഖ് സാഹിബ് തന്നെയാണ്. ചെലവാണ് അങ്ങനത്തെ 4 വീടുകൾ. പക്ഷെ അതിൻ്റെ പൊതു ചിലവുകൾ എന്ന നിലയിൽ വരുന്ന മറ്റ് അഡീഷണൽ ചിലവുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്മായിൽ സാഹിബ് തന്ന സംഖ്യയും അതുപോലുള്ള സംഖ്യകൾ ഉപയോഗപ്പെടുത്തുക. ഇന്ന് നിങ്ങളിവിടുന്ന് പിരിയുമ്പോൾ ഒരു ചെറിയ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്ന് നൽകും. അതിനകത്തൊരു ഫോം വെച്ചിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ആലോചിച്ചിട്ട് ഈ ഒരു പ്രൊജക്റ്റിന് നിങ്ങൾക്ക് എவ்விധം സഹകരിക്കാൻ കഴിയുമെന്ന് അതിൽ കുറിച്ച് അതിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ആ ഒരു ഫോം വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിയും. അത് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി കുവൈറ്റ് തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ സ്ഥാപക നേതാവ് പാട്രൺ ബഹുമാന്യനായ ഹംസ മേലാക്കണ്ടി അവർകൾ. അദ്ദേഹം തണലിൻ്റെ പാട്രൺ എന്ന് നമ്മൾ രേഖയിലൊന്നുമില്ലെങ്കിലും തണലിൻ്റെ പാട്രണെ പോലെ തണലുമായി സഹകരിക്കുകയും അഡ്വൈസ് നൽകുകയും ഒക്കെ ചെയ്യുന്ന, തണലുമായി ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട ഹംസ സാഹിബ് സംസാരിക്കും. ക്ഷണിക്കും പ്ലീസ്. എൻ്റെ ശബ്ദം തീരെ പോക്കാതെ വളരെ മോശമായ 3-4 ദിവസമായിട്ട് തീരെ സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ. ഈ വർഷങ്ങളായി സമൂഹത്തിലെ അർഹരായ നിർധന കുടുംബങ്ങളുടെ കണ്ണീരടച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പ്രതീക്ഷയുടെ വെളിച്ചമാവുകയും ചെയ്യുന്ന തണൽ സംഘടനയ്ക്ക് എല്ലാവിധ പ്രവർത്തകരെയും ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുന്നു. ഒരു വീട് എന്നത് വെറും 4 ചുവരുകളല്ല, അത് ഒരു കുടുംബത്തിൻ്റെ സുരക്ഷയും സമാധാനവും സ്വപ്നങ്ങളും ആത്മാഭിമാനവുമാണ്. ഇന്ന് താക്കോലേറ്റുവാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തണൽ സംഘടനയ്ക്ക് ഇനിയും കൂടുതൽ കരുത്തും അനുഗ്രഹവും ലഭിക്കട്ടെ. ഇത്തരത്തിലുള്ള മഹത്തായ സേവനങ്ങൾ ഇനിയും അനേകം കുടുംബങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അസ്സലാമു അലൈക്കും. TMWA ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുറഹിമാൻ പാലിക്കണ്ടി അവർകളെ ആദരവും ക്ഷണിക്കുന്നു. TMWA തണലുമായി ദീർഘകാലമായി പരസ്പര ബന്ധമുണ്ട്. തണലിന് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ കഴിഞ്ഞ വർഷമാണ് അവർ സ്പോൺസർ ചെയ്തത്. അതിൻ്റെ ഭാരവാഹികളൊക്കെയും തണലുമായി ഏറെ ബന്ധം പുലർത്തുന്നവരാണ്. അബ്ദുറഹിമാൻ പാലിക്കണ്ടി അവർകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ നാസർ സാഹിബ്, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കാരക്കുന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, തണലിൻ്റെ പ്രവർത്തകർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു മഹത്തായ പരിപാടിക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്ന പുന്നോൾ തണൽ എന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ചുരുങ്ങിയ ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്ന എന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തകർ ക്ഷണിച്ചതിൽ പ്രത്യേകമായിട്ട് ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. 27 വർഷത്തോളമായി TMWA ബഹ്റൈനിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ മാസവും ഒരുപാട് കത്തുകൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രയാസമനുഭവിക്കുന്ന
അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാകട്ടെ. തണലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ TMW നമ്മുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇനിയും ഞങ്ങൾ അവരെ സഹായിക്കുന്നതാണ്. ഇത്തരം സൽക്കർമ്മങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അടുത്തതായി പുന്നോൽ മഹല്ല് പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ബഹുമാന്യനായ സുഹൃത്ത് ഫാറൂഖ് മജീദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് അവരുടെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പുന്നോൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 10-20 വർഷത്തോളമായി വളരെ അഭിനന്ദാർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന തണലിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഈ ഒരു പദ്ധതി ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇതിനെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് അതിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വളരെ വിശദമായും ലളിതമായും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് ഇവിടെ സക്കാത്ത് സംബന്ധിച്ചും സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി സംസാരിച്ചു. കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തണലിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ഇനിയും ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുന്നോൽ മഹൽ പ്രവാസി കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഗാനം അതിനായി സജ്ന നാസറിനെ ആദരവും ക്ഷണിക്കുന്നു. കാത്തിരിക്കാനുമ്മയുണ്ട്, കാവലാളായൊപ്പയുണ്ട്, കൂടെയുള്ളോർ കൂട്ടിനുണ്ട്, തണൽ വീടുണ്ട്, തണൽ വീടുണ്ട്. ആദം ഹവ്വ ഇണകൾ തൊട്ട് ആദിയോൻ റഹ്മത്ത് കൊണ്ട് ആരുമേ തളർത്തിടാതെ വീട് നിൽക്കുന്നു, തണൽ കിട്ടുന്നു. പണ്ട് നേരിൽ കണ്ടിടാത്ത രണ്ടു പേരൊന്നായിടുന്നു. റഹ്മത്ത് മാവദ്ദത്തിൻ്റെ അത്ഭുതം വീട് ആയത്ത് തന്നെ. കാത്തിരിക്കാനുമ്മയുണ്ട്, കാവലാളായൊപ്പയുണ്ട്, കൂടെയുള്ളോർ കൂട്ടിനുണ്ട്, തണൽ വീടുണ്ട്, തണൽ വീടുണ്ട്. താങ്ങ് നൽകിയിടുന്ന പാതി, തണൽ നൽകിയിടുന്ന മക്കൾ, കുളിർമയായി ഓമനകൾ, സന്തോഷമാണല്ലോ, സൗഭാഗ്യമാണല്ലോ. പാപമല്ല വിവാഹ കർമ്മം, ബാധ്യതയല്ല
അസ്സലാമു അലൈക്കും. TMWA മസ്കറ്റ് പ്രതിനിധി തൽഹത്ത് കേളോത്ത് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ നാസർ സാഹിബ്, ഉദ്ഘാടനം ചെയ്ത പണ്ഡിതനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന തണലിൻ്റെ കുടുംബങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും. ഈ മഹത്തായ ഒരു കർമ്മത്തിന് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പുന്നോൾ തണൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരുണ്യ പ്രവർത്തനം ഏതാണ്ട് 20 വർഷത്തോളമായി ഇവിടെ നടന്നുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധമായി തന്നെ അധ്യക്ഷൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയേണ്ടില്ല. വളരെ അഭിനന്ദനാർഹമായ കുറേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങൾക്കും ഞങ്ങൾക്കും ചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുപരി ഇപ്പോൾ പുന്നോൾ തണൽ വില്ലേജ് എന്ന ഈ സംരംഭം തുടങ്ങി അതിൽ 4 വീടുകൾ ഉദ്ഘാടനം ചെയ്ത് മറ്റൊരു 4 വീടിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലും ഇട്ടിട്ടുണ്ട്. അള്ളാഹു പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം ചെയ്തു തീർക്കാനുള്ള സഹായങ്ങളും നിങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലും ഞങ്ങൾ തണലുമായിട്ട് ഇടപെട്ടിട്ടുമുണ്ട്. പഠിച്ചവൻ ഈ സൽക്കർമ്മത്തിന് പങ്കുചേരാൻ പറ്റിയ എല്ലാവർക്കും ഞങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. TMWA ഖത്തറിൻ്റെ ആദരണീയനായ മുൻ പ്രസിഡന്റ് VP ഷൗക്കത്ത് ഹുസൈൻ സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തണലുമായി ഏറെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന തണലിൻ്റെ അയൽവാസി കൂടിയാണ് അദ്ദേഹം. പ്ലീസ്. പുന്നോൾ തണലിൻ്റെ ഈ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കാനും ഈ ഉദ്ഘാടനത്തിൽ സാക്ഷിയാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു വീട് എന്നുള്ള ഒരു കാര്യം. അത് തണൽ വളരെ നന്നായി നിവർത്തിച്ചു കൊടുക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ചെയർമാൻ ഇപ്പോൾ പറയുന്നത് കേട്ടു, തണലിൻ്റെ ഒരു ചെറു സംഘമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ 20 വർഷത്തെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വലിയ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അപ്പം ഒരു വിഷനും അത് നയിക്കാൻ ഒരു നേതാവും ഒരു ടീമും ഉണ്ടെങ്കിൽ ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ തണലിൻ്റെ പ്രവർത്തനങ്ങൾ. ഇനിയും മുമ്പോട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ അടുത്ത 4 വീടുകളും കൂടി പൂർത്തിയാക്കി ഒരു 4 കുടുംബത്തിന് കൂടി പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. TMWA ജിദ്ദയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KK മക്ബൂൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. TMWA ജിദ്ദയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. നമ്മൾ TMWA ജിദ്ദയ്ക്കുള്ളൊക്കെ നമുക്ക് ഈ ഹൗസിംഗ് റിലേറ്റഡ് ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അപേക്ഷകൾ വരുമ്പോഴൊക്കെ നമുക്കൊരു വലിയൊരു ആദ്യമാണ്. ഒരു ചെറിയൊരു അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ വീട് പൂർത്തീകരിക്കാനുള്ള സഹായമോ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അത് തന്നെ നമ്മൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് തണൽ 4 വീട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത ഫേസിലുള്ള തറക്കല്ല് ഇട്ട് കഴിഞ്ഞു. മാഷാഅല്ലാഹ് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരു വീടോ ഇല്ലാത്ത 4 കുടുംബങ്ങൾ ഇന്ന് 4 വീടുകളിൽ താമസിക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ വീടുകൾ ഉണ്ടാകണമെന്ന് അള്ളാഹു അവരുടെ ഖദറിലുണ്ടെങ്കിൽ അത്
അവരിലേക്ക് എത്തിച്ചേരുക തന്നെയും. പക്ഷേ അതിന് കാരണക്കാരായി അള്ളാഹു ചൂസ് ചെയ്തിട്ടുള്ളത് പുന്നോൽ തണലിനെയാണ്. അതിൻ്റെ ഭാരവാഹികൾക്കും അതിന് സ്പോൺസർഷിപ്പ് കൊടുത്ത അല്ലെങ്കിൽ അതിന് സഹായം ചെയ്ത അവരൊക്കെയാണ് ശരിയായ ഭാഗ്യവന്മാർ. അള്ളാഹു അവരെയാണ് ഈ ഒരു വലിയൊരു ദൗത്യത്തിൻ്റെ കാരണക്കാരായി ചൂസ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അള്ളാഹു ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് ഭാഗമാവാൻ നമുക്കെല്ലാവർക്കും ഇനിയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. ശുക്രാൻ ജസാക്കല്ലാഹു ഖൈറൻ. മക്ബൂൽ സാഹിബ് നേരത്തെ ഒന്ന് രണ്ട് തണലിലെ ആദ്യകാല പ്രവർത്തകരുടെ പേര് പരാമർശിച്ച കൂട്ടത്തിൽ ഈ വീട് ഉദ്ഘാടന വേളയിൽ തീർച്ചയായും പരാമർശിക്കേണ്ട ഒരു മഹാ വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനല്ലെങ്കിലും അബ്ദുറസാഖ് സിദ്ദീഖി എന്ന ഒരു മഹത് വ്യക്തിത്വം ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ഏതാണ്ട് ഈ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിട്ടുപോയ അബ്ദുറസാഖ് സിദ്ദീഖിയുടെ വലിയൊരു സഹായമാണ് നമ്മുടെ ഈ തണൽ നിലവിലുള്ള 4 വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ലഭിച്ചത്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നും നന്മകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ന്യൂമാഹി ഏരിയ രക്ഷാധികാരി ബഹുമാന്യനായ സൈനുദ്ദീൻ അടിയലത്ത് സാഹിബിനെ 2 വാക്ക് സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ നാസർ സാഹിബ്, എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഷെയ്ഖ് മുഹമ്മദ് കായക്കുന്ന് സാഹിബ്, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ ഉന്നത വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഹാജരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തണലിൻ്റെ പ്രവർത്തനം ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഉള്ളവനുണ്ടായിരുന്നു. വ്യക്തിപരമായും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പരമാവധി സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തണലതിൻ്റെ പേരിൻ്റെ അനർത്ഥമാക്കും വിധമാണ് അതിൻ്റെ പ്രവർത്തനം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിൻ്റെ തണൽ യഥാർത്ഥത്തിൽ കൈത്താങ്ങായി എത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരണം നമസ്കാരത്തിന് ഇത് ബാങ്ക് വിളിക്കാനൊക്കെ അല്പം സമയമുള്ളൂ. ഇനിയും ആളുകളൊക്കെ ആശംസകൾ അർപ്പിക്കാനുള്ളതുകൊണ്ട് ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാല TMWA എക്സിക്യൂട്ടീവ് മെമ്പർ ബഷീർ പാച്ചൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ വളരെ സന്തോഷമുണ്ട്. ഈ സദസ്സിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ. വൈകിയ വേളയിൽ വിശദമായി സംസാരിക്കുവാൻ മുതിരുന്നില്ല. അധ്യക്ഷൻ ഇവിടെ തണലിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ നിന്നെല്ലാം തന്നെ നാം ഉൾക്കൊള്ളണമെന്നും തണലിൻ്റെ സമൂഹത്തിന് വലിയൊരു തണലായി വളരുവാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്നും തുടർന്നും ഉണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. വളരെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഈ സദസ്സിലേക്ക് എത്തിച്ചേരുവാൻ അവരെ മുൻകൈയെടുത്തത് തണലിൻ്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തണലിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ മുൻനിർത്തിയാണ് അവരെ ഇതിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഈ പ്രവർത്തനങ്ങളെ
സാലിഹ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതൽ പ്രവർത്തിക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സലാല കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായി പാനൂർ എസ് അക്കാദമി ഭിന്നശേഷി വിദ്യാലയം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പാനൂർ എസ് അക്കാദമിയുടെ ആദരണീയനായ വൈസ് ചെയർമാൻ കെ അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത് നാസർ സാഹിബ്, ഉസ്താദ് ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകൾ, ബഹുമാന്യനായ ബാലിയിൽ മഹമ്മൂദാജി, മറ്റു സ്റ്റേജിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാർ, ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മളുള്ളത്. 4 പേർക്ക് വീട് നിർമ്മിച്ചു നൽകി, 4 പേർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നു. ഏറ്റവും സന്തോഷം ഒരു വീട് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഷെയ്ഖ് സാഹിബിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ല, ഒരു വീട്, ഒരു നല്ലൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഒരു ദിവസം തൻ്റെ അനുയായികളോട് പറഞ്ഞു, അനുയായികളെ, സഹാബികളെ, നിങ്ങൾ ചിലന്തി വല രാത്രിയിൽ ശുദ്ധീകരുത്, വൃത്തിയാക്കരുത് എന്ന് പറഞ്ഞു പ്രവാചക തിരുമേനി. ചിലന്തി വല രാത്രിയിൽ വൃത്തിയാക്കരുത്. നിങ്ങൾക്ക് സമയം കിട്ടിയ ആ സമയത്താണല്ലോ, അത് ചെയ്യരുത് നിങ്ങൾ. ഇപ്പോൾ സഹാബികൾ പ്രവാചക തിരുമേനിയോട് ചോദിച്ചു, പ്രവാചകരെ, അതെന്താ രാത്രി, പകല് വൃത്തിയാക്കിയാൽ പ്രശ്നമില്ലേ? അപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ചിലന്തിക്ക് രാത്രി കൂട് കെട്ടാൻ കഴിയില്ല. പകല് നിങ്ങൾ വൃത്തിയാക്കിയാൽ അതിൻ്റെ കൂടാണത്, അത് പകല് കെട്ടിക്കോളും, അതിന് പ്രയാസമുണ്ടാവില്ല. രാത്രിയാകുമ്പോൾ അത് പ്രയാസപ്പെട്ടു പോകും. വീടില്ലാതെ ഒരു ചിലന്തിക്ക് പോലും വീടില്ലാതെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് നൽകിയ സന്ദേശത്തിൻ്റെ വാക്താക്കൾ എന്ന നിലയ്ക്ക് വീടിനെ സംബന്ധിച്ച് വലിയൊരു സ്നേഹം നൽകിയാൽ മാത്രമേ, അത് സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലോകത്ത് അടയാളപ്പെടുത്താൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ തണൽ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്, ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ആ തണലോടൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ എൻ്റെ ഒരു ദുബൈയിലുള്ള സ്പോൺസർ വീട് സന്ദർശിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം ഞങ്ങൾക്ക് കൂടെ വന്ന് എനിക്കും കൂടെ വന്ന ഒരാൾക്കും സൽക്കാരം നൽകിയത് ഒരു ബോളിൽ കാരക്കയും ഒരു ബോളിൽ തേങ്ങയുമായിരുന്നു. ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് മുമ്പിൽ വെച്ചിട്ട് എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, അബ്ദുള്ള, ഇത് രണ്ടും ചേർത്ത് തിന്നാൽ നമുക്കൊരു ലോകം പണിയാൻ കഴിയും. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അറബി അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അരിയത്തിരുത്തി ചോദിച്ചു, അതെന്താ നിങ്ങളെ പറഞ്ഞത്? ഈ തേങ്ങ ഇന്ത്യയുടെ പ്രതീകമാണ്, കാരക്ക അറബി സമൂഹത്തിൻ്റെ പ്രതീകമാണ്. ഇത് രണ്ടും ചേർത്ത് തിന്നാൽ നമുക്കൊരു ലോകം പണിയാൻ കഴിയും. ഇപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഇത്തരം സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയാം. സമയമില്ല, ഇപ്പം ബാങ്ക് കൊടുക്കും. കൂടുതൽ കുറേ സംസാരിക്കാനുള്ള ഒരു സംസാര സമയമല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി നമ്മുടെ പ്രിയപ്പെട്ട വടകരയുടെ കവി കുമാരൻ മാഷ് പറഞ്ഞ ഒരു 2 വരികളുണ്ട്. കാഫർ എന്ന് വിളിച്ചോളൂ, മ്ലേച്ഛനെന്ന് പഴിച്ചോളൂ, കാരക്കയും ഇളനീരും എനിക്ക് ഹൃദ്യം. നമുക്ക് ജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോവുക. വിപ്ലവങ്ങൾ നടക്കുന്നത് അപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെ ചേർത്ത് പിടിച്ച സമൂഹത്തിലെ ചേർത്ത് പിടിച്ച സ്ഥാപനത്തിൻ്റെ പല വ്യക്തിത്വങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ പരിപാടിയിൽ പങ്കെടുത്ത ഷെയ്ഖ് സാഹിബിനെ പോലെയുള്ള മഹമ്മൂദ് ആജിക്കയെ പോലെയുള്ള 360 കുട്ടികൾ പാനൂരിൽ നിന്ന് ഭിന്നശേഷിക്കാർ ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒന്നും മനസ്സിലാക്കിയില്ല. 50 കുട്ടികൾ 15 കുട്ടികൾ ഭിന്നശേഷിക്കാരായ ചുറ്റുപാടുള്ളവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും 360 കുട്ടികൾ നമ്മൾ മനസ്സിലാക്കണം. ഭിന്നശേഷിക്കാരായ 360 കുട്ടികൾ അതിൻ്റെ ചുറ്റുപാടും ഉണ്ട്. ഇനിയും ഒരു 360 കുട്ടികൾ പെൻഡിങ്ങിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെയൊക്കെ ഇത്തരം വ്യക്തിത്വങ്ങളെ, ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വിഭാഗം കോർഡിനേറ്റർ ജബീന ഇർഷാദ് സംസാരിക്കും. അതിനായത് അവരെ ആദരവും ക്ഷണിക്കുന്നു. ഉദ്ഘാടകൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നവർ, അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷത വഹിച്ച PM അബ്ദുൽ നാസർ, മറ്റ് പ്രിയപ്പെട്ട അതിഥികൾ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തണൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറയുകയുണ്ടായി. ആ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു വനിതാ വിഭാഗം തണലിനുണ്ട്. അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലക്ക് തണലിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്നില്ല. അത് പിന്നീട് സംസാരിക്കുന്ന വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് റുബീന പറയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ലോകത്ത് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയേക്കാൾ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കാത്ത മടങ്ങ് സംതൃപ്തിയായിരിക്കും. ഒരു മനുഷ്യനെ അവൻ്റെ വേദനകളിൽ ഒന്ന് സഹായിച്ചാൽ, അവൻ്റെ കണ്ണീരൊപ്പിയാൽ, ആ ചെറിയൊരു നിമിഷം നമുക്ക് കിട്ടുന്ന ആ സംതൃപ്തി, ആ അനുഭൂതി, അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് വേറൊന്നുമില്ല. ഇനി നമ്മൾ മരിച്ചു ചെന്നാൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ഖുദ്സിയായ ഹദീസ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പരമകാരുണ്യവാനായ പടച്ച റബ്ബ് മനുഷ്യനോട് വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അടിമ വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, നീ രോഗിയായി കിടക്കുകയോ? ഇന്ന മനുഷ്യൻ നിൻ്റെ അടുത്ത് രോഗിയായിരുന്നു, അപ്പോൾ നീ അവനെ സന്ദർശിച്ചില്ല. ഇന്നയാൾ ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതായത് പടച്ചിറപ്പ് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ ആ ഭക്ഷണം നീ നൽകിയില്ല. നിനക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ടാവുകയോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇന്നയാൾ നിൻ്റെ അടുത്ത് ഭക്ഷണം ചോദിച്ചു വന്നിരുന്നു, അപ്പോൾ നീ ഭക്ഷണം നൽകിയില്ല. ഇത് നമ്മൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കണം. രോഗിയായിട്ടൊരാൾ കിടക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കില്ല, കുറച്ച് അകലെ ആയിരിക്കും. എങ്കിലും അയാളെ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഭക്ഷണം നമ്മളടുത്ത് ചിലപ്പോൾ ചോദിച്ചു വരണമെന്നില്ല. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ചുറ്റുപാടിൽ ഒരാളുണ്ടാകണം. എനിക്ക് ആശ്വാസമായും, വിശക്കുന്നവന് ഭക്ഷണമായും, വീടില്ലാത്തവന് വീടായുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം
രണ്ട് തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്ത് നമുക്ക് സംതൃപ്തി നൽകുന്നതോടൊപ്പം മറുലോകത്ത് നമുക്ക് പടച്ചതമ്പുരാൻ്റെ ചോദ്യത്തിന് സംതൃപ്തമായ മറുപടി നൽകാനും സാധിക്കും. തീർച്ചയായിട്ടും തണലിൻ്റെ പ്രവർത്തനങ്ങൾ ആ വഴിക്കുള്ളത് തന്നെയാണ്. ആ പ്രവർത്തനങ്ങളിൽ ഇനിയും കൂടുതൽ കരുത്തോടുകൂടി അത് മുന്നോട്ട് നയിക്കുവാൻ തണലിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മുഴുവൻ ആളുകളുടെയും പിന്തുണ അതിലുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. വാഹിർ ദവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ പരിപാടി കഴിയും വേഗം നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇവിടെ ഭക്ഷണം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുടുംബസംഘം എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ആ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്ന് ഓർമ്മിക്കുന്നു. അടുത്തതായി ഒരു ഗാനം സ്ലുമ ബാസിയെ ആദരവ് ക്ഷണിക്കുന്നു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ഖാദിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു കച്ചവടവും കയ്യിൻ്റെ മുത്തറസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി ബീവി തൂനിന്നു മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി തോയെ ബീവി വിളിച്ചു കാര്യമെല്ലാമേ അറിയിച്ചു മാന്യനാബൂ താലിബിൻ്റെ അരികിലായച്ചു കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യമാബൂ താലിബിന് സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ബൈത്ത് സക്കാത്തിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് എം അബുട്ടി സാഹിബ് അദ്ദേഹത്തെ ആദരവോടും ക്ഷണിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വളരെ ഒരു വലിയ കാര്യമാണ് ഇവിടെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നതും. അത് സർവശക്തനായ അള്ളാഹുവിനെ നമ്മുടെ ഈ പരിപാടി ഭംഗിയായി നടത്തുന്നതിൽ, നമ്മുടെ കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിൽ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ വൈസക്കാത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ അധ്യക്ഷൻ തന്നെ, നമ്മുടെ ജനാബ് നാസിർ സാഹിബ്, നമ്മുടെ വൈസക്കാത്തിൻ്റെ അഡ്വൈസറി ബോഡി മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ
അധ്യക്ഷ ഭാഷണത്തിൽ അക്കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന രാവിലെ മുതൽ ഈ കാലാവസ്ഥ ഇതിൽ തന്നെ ത്യജിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിൽ എത്തിച്ചേർന്ന എല്ലാ പ്രവാസി കുടുംബാംഗങ്ങൾക്കും, പ്രവാസികളെ പ്രതിനിധീകരിച്ച് ഇവിടെ ആശംസാ ഭാഷണങ്ങൾ നടത്തിയ എൻ്റെ സുഹൃത്തുക്കൾക്കും, ഇവിടെ പ്രൗഢഗംഭീരമായ ഭാഷണം നടത്തി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് അവർക്കും, നമ്മുടെ തറക്കൽ ഇട്ട ബാലിയിൽ മുഹമ്മദ് സാഹിബ് അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകടനമല്ല, പക്ഷേ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ. കാരണം ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. പിന്നെ ഞാൻ ബൈത്തു സക്കാത്തിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ. വൈസ് പ്രസിഡൻ്റ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചതാണ്. ഏതായാലും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നല്ല ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തണലിന് ഏറെ സപ്പോർട്ടായി പ്രവർത്തിക്കുന്ന തണൽ വനിതാ വിങ് തണലിൻ്റെ അഭിമാനമാണ്. പാരലായി പലപ്പോഴും പുരുഷന്മാരെ കവച്ചു വെക്കുന്ന രീതിയിൽ എല്ലാ മേഖലകളിലും അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തണൽ വനിതാ വിങ്ങിൻ്റെ ആദരണീയായ അധ്യക്ഷ റുബീന അനസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വീടിൻ്റെ ഉദ്ഘാടനം നടത്തിയ ഷേഖ് മുഹമ്മദ് സാഹിബ് അവർകളെ, വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളെ, പ്രവാസി കുടുംബാംഗങ്ങളെ, നമ്മുടെ നല്ലവരായ നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഏകദേശം 4 വർഷത്തോളമായി തണലിൻ്റെ ഒരു പ്രവർത്തകയായി, ഒരു വനിതാ വിങ്ങിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്കിവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഈ ഒരു പ്രവർത്തനം എന്നുള്ള ഒരിതാണ്. ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തനം വളരെ കൂട്ടായ്മയോടുകൂടി നിന്ന് തന്നെ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ട പലരും ഞങ്ങളെ സമീപിക്കാറുണ്ട്. അത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, രോഗികളുണ്ട്, വസ്ത്രം പോലും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല മേഖലകളിലെ ആൾക്കാർ ഞങ്ങൾ സമീപിക്കാറുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ് എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രവാസി കുടുംബങ്ങളും നമ്മുടെ നല്ലവരായ നാട്ടുകാരും ഞങ്ങൾ എന്ത് സങ്കടങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഇത്രയും ഭംഗിയായി ചെയ്യാൻ സാധിച്ചത്. ഇതുപോലെ തന്നെ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചെറു സംഘത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഈ എല്ലാ വനിതകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ 4 കുടുംബങ്ങൾക്ക് നമ്മുടെ തളിന് കൂട്ടായ്മയോട് കൂടി വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമ എന്നൊരു കാഴ്ചയാണ്. എന്നോട് 4 വീട് ഞങ്ങളുടെ മുന്നിൽ ആഗ്രഹം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഒരു വീടിൻ്റെ സ്പോൺസർ ചെയ്ത് നമ്മുടെ താജുഖാൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. ഇനിയുള്ളൊരു 3 വീടും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ ഒരു പൈസ കണ്ടെത്തി വളരെ വേഗത്തിൽ തന്നെ ആ വീട് എടുക്കുകയും അത് അർഹരായ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പാലിയേറ്റീവ് ടീമിൻ്റെ ജനറൽ കൺവീനർ MB ജസ്ലീനെ ഉണ്ട്. അവർ സംസാരിക്കുന്നില്ല അല്ലേ? ഓക്കെ. നമ്മൾ പുതിയ വീട് സ്പോൺസർ ചെയ്യാൻ വേണ്ടി സമീപിച്ച ചില വ്യക്തിത്വങ്ങൾ ഇവിടെ സദസ്സിലുണ്ട്. അവർക്ക് ആർക്കെങ്കിലും സംബന്ധമായി എന്തെങ്കിലും ഇവിടെ പറയുവാനും പ്രഖ്യാപിക്കാനും ഉണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റഫീഖ് വട്ടോത്ത് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കും. അസ്സലാമു അലൈക്കും. വേദിയിരിക്കുന്ന ബഹുമാന്യ അതിഥികളെ, നാട്ടുകാരെ, പ്രവാസി കുടുംബങ്ങളെ, ഞാൻ ഈ തടനുമായി ബന്ധപ്പെടുന്നത് ആ കോവിഡ് മഹാമാരി സമയത്തായിരുന്നു.
അന്ന് ഞങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റ് കിട്ടാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ഈ പുന്നോലെ ബന്ധപ്പെട്ടപ്പോൾ നാസർ ഖാനെ ബന്ധപ്പെട്ടപ്പോൾ അന്ന് നമുക്ക് പുതിയൊരു കോൺസെൻട്രേഷൻ തന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നതിന് 95% സാധനങ്ങളും പുതിയ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ് ഇതാ കാട്ടം പൊട്ടിച്ചിട്ടേ ഉള്ളൂ. അത്രയും നല്ലൊരു പ്രവർത്തനം. നോ എന്നൊരു വാക്ക് ഇവർ പറയാറില്ല. അതാണ് ഞാൻ 2-3 ഇങ്ങനെയുള്ള ചാരിറ്റി ചെയ്യുന്നവരായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഇവരിന്ന് നോ എന്നുള്ള വാക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ സഹായം ആദ്യം സാധിച്ചത് അത് വളരെ ബഹുമാനപുരസ്സരം സ്വീകരിച്ചു, നന്ദി പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ എന്നാലും കൊടുക്കുന്ന തുകയുടെ വെച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങൾ കാണിച്ച വിശ്വാസം, അതാണ് അവർ പറയുന്നത്. തുകയല്ല, നിങ്ങൾ ഞങ്ങളിൽ കാണിച്ച വിശ്വാസം അത് തന്നെയാണ്. അള്ളാഹു ഇപ്പം 4 വീട് ചെയ്തു, ഇനിയും 4 വീട് ചെയ്യുന്നു, ഇനിയും കൂടുതൽ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ പ്രൊജക്റ്റോടുകൂടി അൽഹംദുലില്ലാഹ് എൻ്റെ രീതിയിൽ ഞാൻ ഇത്ര എന്ന് പറയുന്നില്ല, സഹകരിക്കുന്നതാണ്. അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ സമയങ്ങൾ നമുക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. മൊബൈൽ ചെലവഴിച്ച് നമുക്ക് സമയത്ത് പള്ളി ജമാഅത്തിൽ പോകാൻ സമയം കിട്ടുന്നില്ല, കുടുംബത്തിൻ്റെ പരിപാടി പങ്കെടുക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഇതെല്ലാം അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ പ്രവർത്തനത്തോട് സമയിക്കുന്നത്. അവരെ സമയത്തിന് പണത്തെക്കാൾ അധികം വിലയുണ്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ പറയാണ്. അള്ളാഹു അവർക്ക് അവരുടെ പാവങ്ങൾ പുറത്ത് അവർക്ക് അള്ളാഹു സ്വർഗം തന്നെ നൽകട്ടെ, ഒരു കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ഇവരില്ലെങ്കിൽ പണം ഉണ്ടാവേണ്ട കാര്യമില്ല. ആ പണം സ്വീകരിച്ച് അർഹിക്കുന്നവർക്ക് കൊടുക്കാനും അതിൻ്റെ സമയം തീർക്കാനുമുള്ള ഒരു കഴിവുണ്ട്. അത് ഒരു ഓർഗനൈസ് ഇതുപോലത്തെ സംഗതി സാധിക്കുള്ളൂ. അതാണ് അതിൻ്റെ അർഹതപ്പെട്ടവർക്കാണ് അവരെല്ലാം സഹായം എത്തിക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത്തരം എൻ്റെ അപൂർവത്തിലാണ് ഞാൻ തളൻ്റെ പേരെന്ന് പറയുന്നത് മാഹിലല്ല തലശ്ശേരിയെല്ലാം തണലിന് പകരം ഈ പുന്നോൽ തണൽ മാത്രം. പല തണലുണ്ട്, പക്ഷേ പുന്നോൽ തണൽ അതിനൊരു മാറ്റം കൂടുതലാണ്. അതിന് തണലിന് പകരം തണൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ അനുഭവിച്ചതുകൊണ്ട് പറയാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ പരിപാടി സമാപിക്കുകയാണ്. സമയം അല്പം ദീർഘിച്ചു പോയിട്ടുണ്ട്. ഭക്ഷണത്തോടു കൂടി 12:30 അവസാനിപ്പിക്കണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ തുടങ്ങാൻ അല്പം താമസിച്ചു പോയി. ഇതിൽ പങ്കെടുക്കാത്ത ചില സംഘടനാ ഭാരവാഹികളുണ്ട്. പുന്നോൽ മഹലിൻ്റെ ആദരണീയനായ സെക്രട്ടറി അസീസ് അമീദ് സാഹിബ്, അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും. അദ്ദേഹത്തിന് അസുഖം കാരണമാണ് വരാതിരുന്നത്. അതുപോലെ തന്നെ ബഹ്റൈൻ തലശ്ശേരി മുസ്ലിം കൾച്ചറൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവരും അസൗകര്യങ്ങൾ കാരണമാണ്. ഫുവാദ് പെട്ടെന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ പകരം വരേണ്ടിയിരുന്ന ശംസുദ്ദീൻ സാഹിബും അഫ്സൽ പെരിങ്ങാടിയും അവർക്ക് അസുഖം കാരണം എത്താൻ സാധിച്ചിട്ടില്ല. അവർ നല്ല ആശംസാ വചനങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സലാല കമ്മിറ്റിയുടെ ഭാരവാഹി ട്രഷറർ മുഹമ്മദ് റഫ്ഷീൻ അസുഖം കാരണമാണ് എത്താത്തത്. ദുബായ് TMWA ജനറൽ സെക്രട്ടറി ഷബീർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു അസുഖം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അത്യാവശ്യമായി പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം എത്താതിരുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് ചില വ്യക്തിത്വങ്ങളും ഈ പല അവരുടേതായ അസൗകര്യങ്ങളും പ്രയാസങ്ങളും കാരണമാണ് എത്താതിരുന്നത്. എത്തിയവർ ഈ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളും പ്രവാസി നേതാക്കന്മാരും അവരെ ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. ഗൾഫിലെ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ, ജോലി സംബന്ധമായ പ്രയാസങ്ങൾക്കിടയിലാണ് അവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഗൾഫിൽ മാത്രമല്ല നാട്ടിൽ വന്നാലും പിന്നെ അവർക്ക് അതേ പണി തന്നെയാണ്. വളരെ തലശ്ശേരി മേഖലയിലെ ഗൾഫ് സംഘടനകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ഔദ്യോഗിക സംവിധാനം എന്ന നിലയിലാണ് ഗൾഫ് സംഘടനകളും അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമമില്ല. ഗൾഫിൽ നിന്ന് വന്നാൽ നാട്ടിൽ വിശ്രമിക്കുന്നതിന് പകരം പിറ്റേന്ന് തന്നെ അവർ നാട്ടിലെ മീറ്റിങ്ങുകൾക്കും പ്രവർത്തനങ്ങൾക്കുമായി പോവുകയാണ്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ സംഘടനകളുടെയും ഇന്നലെ ഒരു ബഹ്റൈനിൽ നിന്നുള്ള ഒരു അസോസിയേഷൻ ഭാരവാഹി പറഞ്ഞു ഈ പരിപാടി അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുകയാണത്രേ, നിങ്ങൾക്ക് ഗൾഫിൽ ഇത് തന്നെയാണല്ലോ പണി, നാട്ടിൽ വന്നാൽ ഇത് തന്നെയാണല്ലോ പണി എന്ന്. അപ്പോൾ ഇത് തന്നെ പണിയായി ഏറ്റെടുത്ത കുറേ മഹത് വ്യക്തിത്വങ്ങളാണ് തലശ്ശേരിയിലെ ഈ മാഹി പ്രദേശങ്ങളിലേക്കുമൊക്കെ ഗൾഫ് സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ പരിപാടി സമാപിക്കുകയാണ്. അതിൻ്റെ
കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഭക്ഷണം കൂടി കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോകണം. അതുപോലെ തന്നെ നമ്മുടെ സജിന എഴുതിയ പുസ്തകത്തിൻ്റെ കാര്യം, പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുള്ള കോപ്പികൾ എടുക്കുകയും നിങ്ങൾക്ക് സാധ്യമാവുന്ന സംഖ്യകൾ അവിടെ ഏൽപ്പിക്കുകയും ചെയ്യണം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ തണലിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോം ഈ ഒരു ഇതോടുകൂടി ബുക്ക്ലെറ്റോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ ലഭിക്കും. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ കുടുംബവുമായി കൂടിയാലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് അതിനകത്തുള്ള ഫോമിൽ പൂരിപ്പിച്ച് അതിൻ്റെ താഴത്ത് കാണുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം. തീർച്ചയായും അതൊക്കെയും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രതിഫലാർഹമായിരിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. കനം തൂങ്ങുന്ന നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായി അതൊക്കെയും ഉണ്ടാവും. ഈ തണലിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവർക്കൊക്കെയും അള്ളാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും കാവലും ഹൈറും ബർക്കത്തുമൊക്കെ പ്രദാനം ചെയ്യട്ടെ. സ്ഥിരമായി തണലിനെ സഹായിക്കുന്നവരുണ്ട്, ഇടയ്ക്ക് സൗകര്യപ്പെടുമ്പോൾ സഹായിക്കുന്നവരുണ്ട്, തണലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ തണലിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ 4 വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഊണുമുറക്കും ഒഴിഞ്ഞ് എന്ന രീതിയിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ട്രസ്റ്റ് അംഗങ്ങൾ, ഭാരവാഹികൾ, അതുപോലെ തന്നെ തണലിനെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ടീം തണൽ പാലിയേറ്റീവ് വിങ് നടക്കുന്നത്. അതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ വളണ്ടിയർമാരും ഒക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു ഏറ്റവും അർഹമായ പ്രതിഫലം നൽകി അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ ഇനി അവശേഷിക്കുന്ന നന്ദി പ്രകടനമാണ്. അത് ആദരണീയനായ വൈസ് ചെയർമാൻ PV ഹംസ സാഹിബ് തന്നെയാണ് നിർവഹിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. റഹ്മത്തുള്ളാഹി ബർക്കാത്തു. വളരെ ആശങ്കയോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ മനസ്സിനെ നിർത്തിക്കൊണ്ടിരുന്നത്. കാരണം മഴ, ഒരു വില്ലന മഴ. ഇന്നലെയെല്ലാം നല്ല മഴയായിരുന്നു, ഇന്ന് മഴയാണെങ്കിൽ ഈ യോഗം എത്രത്തോളം പ്രയാസപ്പെടുമെന്നുള്ള വല്ലാത്ത ആശങ്കയിലായിരുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബ് ഒരുപാട് അനുഗ്രഹിച്ചു. റബ്ബിന് ഒരുപാട് സ്തുതി. ഇവിടെ എൻ്റെ ദൗത്യം നന്ദി പ്രകാശിപ്പിക്കുമെന്നതാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന, വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും വളരെയധികം സമയം നമ്മളോട് ക്ഷമയോടുകൂടി ഇവിടെ ഞങ്ങളോടൊന്ന് ചിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവരുകളെ ഞാൻ സ്നേഹപൂർവ്വം ഞങ്ങളുടെ തണലിൻ്റെയും എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ബാലിൽ മുഹമ്മദ് ഹാജി സാഹിബ് പിന്നെ ക്ഷമയോടുകൂടി ഇവിടെ ഈ പരിപാടി വീക്ഷിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി.